ഹലോ തേർഡ് ഇയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, നമ്മൾ ജെൻറ്റോ യൂറിനറി സിസ്റ്റത്തിൻ്റെ ഡിസീസസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നെഫ്രോട്ടിക് സിൻഡ്രോമാണ്. ഓക്കെ, നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ദാറ്റ് ഈസ് ഓൾസോ എ ഡിസീസ് കൺസേണിങ് വിത്ത് കിഡ്നി ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ ക്രോണിക് ഡിസീസ് കണ്ടീഷൻ. It is a syndrome. That means it involves a group of symptoms. That is why it is called syndrome. And it is concerned with the disease of the kidney. So we have to study a lot of things in that, and that is you should know what is the definition and the incidence and etiology, pathophysiology, clinical manifestations, diagnostic evaluation, medical management, nursing management, prognosis, complication, all these things you should learn. And also when you go to the clinic and all, you may see a lot of children with the nephrotic syndrome with the puffy face and all. Even their appearance will be very different from the other children, looking like a puffy face and periorbital edema, lot of edema in the face. So when you go to such a child, we will not forget their face and all. So anyway, we will go on to the topic one by one. What is nephrotic syndrome? Nephrotic syndrome is a clinical state characterized by proteinuria, hypoalbuminemia, hyperlipidemia, and edema, sometimes accompanied by hematuria, hypertension, and reduced glomerular filtration rate. These are the characteristics of nephrotic syndrome. We can say that it is a group of symptoms, or we can say it is a clinical state characterized by proteinuria, that is passing protein through the urine. Usually our urine doesn't contain protein, so here there will be proteinuria. ഹൈപ്പോആൽബുമിനീമിയ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ, നമ്മുടെ ബ്ലഡിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻ ഉണ്ട്. അതിലൊരു തരമാണ് ആൽബുമിൻ എന്ന് പറയുന്നത്. അപ്പം ആൽബുമിനീമിയ എന്ന് പറയുന്നത് അത് വളരെ കുറവായിരിക്കും. ഓക്കെ, പിന്നെ ഹൈപ്പർ ലിപ്പിഡീമിയ, അതായത് ലിപ്പിഡ് കണ്ടൻസ് ബ്ലഡിൽ കൂടുതലായിരിക്കും. ആൻഡ് edema means swelling all over the body, and sometimes accompanied by hematuria, that is presence of blood in the urine. Then hypertension, അതായത് ഇൻക്രീസ്ഡ് ബ്ലഡ് പ്രഷർ, ആൻഡ് ഓൾസോ റെഡ്യൂസ്ഡ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. അപ്പം ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റും റെഡ്യൂസ്ഡ് ആകും. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് കുട്ടികൾക്ക് ഒളിഗൂറിയ, അതായത് റെഡ്യൂസ്ഡ് എമൗണ്ട് ഓഫ് യൂറിൻ, ഇത്രയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് അത് കാണിക്കും. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. ക്ലിനിക്കൽ നെഫ്രോട്ടിക് സിൻഡ്രോം ഈസ് എ ക്ലിനിക്കൽ സ്റ്റേറ്റ് ക്യാരക്ടറൈസ്ഡ് ബൈ പ്രോട്ടീനുറിയ, hypoalbuminemia, hyperlipidemia, and edema, sometimes accompanied by, not always, sometimes accompanied by hematuria, hypertension, and reduced glomerular filtration rate. അപ്പം ആദ്യം പറഞ്ഞ എല്ലാം തീർച്ചയായിട്ടും ഉണ്ട്, പക്ഷേ ഹെമറ്റൂറിയയും ഹൈപ്പർടെൻഷനും ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റിൻ്റെ കുറവും അത് റിലേറ്റീവ് കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് നെഫ്രോട്ടിക് സിൻഡ്രോം. പിന്നെ അടുത്തത് we will see how many children will be affected in the community and all. So we will go on to the incidence. It is common in children of 2 to 6 years of age, and the age of onset is 2 to 5 years, and the incidence is more in males than in females. മനസ്സിലായോ? അപ്പോൾ ഇൻസിഡൻസ് പറഞ്ഞാൽ അത് ഉണ്ടാകുന്ന പ്രായം 2 to 6 years ആണ്. അതിനകത്ത് ഏജ് ഓഫ് ഓൺസെറ്റ് യൂഷ്വലി ഉണ്ടാകുന്നത് ഓൺസെറ്റ് ഈസ് 2 to 5 yearsലാണ്. പിന്നെ ഇൻസിഡൻസ് റേറ്റ് മോർ ഇൻ മെയിൽസ് ദാൻ ഇൻ ഫീമെയിൽസ്. ഓക്കെ, ഇനി നമുക്ക് ഇറ്റിയോളജിയിലേക്ക് പോകാം. ഇറ്റിയോളജിക്കകത്ത് മെയിൻലി ദ കോസറ്റീവ് ഫാക്ടേഴ്സ്. ദർ ആർ എ ലോട്ട് ഓഫ് കോസസ് ഓർ ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് ബിഹൈൻഡ് നെഫ്രോട്ടിക് സിൻഡ്രോം. ദീസ് ആർ, അതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി റീനൽ കോസസും സിസ്റ്റമിക് കോസസും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, രണ്ട് തരത്തിലാണ് അതിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ഇറ്റിയോളജിയെ. അപ്പോൾ പ്രൈമറി റീനൽ കോസസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഗ്ലോമറുലോസ്ക്ലീറോസിസ്, അതായത് ഗ്ലോമറുലസിനകത്ത് തന്നെയുള്ള ബ്ലഡ് സപ്ലൈക്കുള്ള കുറവുണ്ടാകുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ്, അതായത് അതിനകത്തുള്ള ബ്ലഡ് വെസൽസ് എല്ലാം സ്ക്ലീറോസ്ഡ് ആയിട്ട് അതിനകത്ത് ബ്ലഡ് സപ്ലൈ കുറയുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഗ്ലോമറുലോസ്ക്ലീറോസിസ്. പിന്നെ അക്യൂട്ട് പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കസ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്, അത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്.
അതായത് ബീറ്റ ഹീമോലറ്റിക് സ്ട്രെപ്റ്റോകോക്കസ് വന്നിട്ട് ത്രോട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്കിൻ ലീഷൻസോ ഒക്കെ ഉണ്ടായിട്ട് അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് അക്യൂട്ട് നെഫ്രൈറ്റിസ്, ഗ്ലോമർലോ നെഫ്രൈറ്റിസ് ഉണ്ടാകാമെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചായിരുന്നു. അങ്ങനെയുള്ള പേഷ്യൻസിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് നെഫ്രോട്ടിക് സിൻഡ്രോം വരാം. മനസ്സിലായോ? അതാണ് പറയുന്നത് അക്യൂട്ട് പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കസ് ഗ്ലോമർലോ നെഫ്രൈറ്റിസ്. അതായത് ഒരു സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ ബോഡിയിൽ വന്നതിന് ശേഷം ഗ്ലോമർലോ നെഫ്രൈറ്റിസ് ഉണ്ടാകുന്ന ഒരു കുട്ടിക്ക് അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടാകാം. മനസ്സിലായോ? പിന്നെ ഇമ്മ്യൂൺ കോംപ്ലക്സ് ഗ്ലോമർലോ നെഫ്രൈറ്റിസ്, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അതിനകത്തൊരു ആൻറ്റിബോഡി റിയാക്ഷൻ ഉണ്ടായിട്ട് അതിന് ഇമ്മ്യൂൺ കോംപ്ലക്സ് ഉണ്ടാകും. അത് ബേസ്മെൻറ്റ് മെമ്പറൈനിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അവിടെ കൂടുതൽ ബ്ലഡ് വെസൽസിനെയൊക്കെ അത് അതായത് കൂടുതൽ ബ്ലഡിനെ അത് യൂറിനിലേക്ക് ലീക്ക് ചെയ്ത് വിടും. അങ്ങനെയൊക്കെ നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം സിംറ്റം പഠിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിൻ്റെ കോൺസിക്വൻസ് ആയിട്ടും ഈ നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടാകാം. അതാണ് പറഞ്ഞത് ഇമ്മ്യൂൺ കോംപ്ലക്സ് ഗ്ലോമർലോ നെഫ്രൈറ്റിസ്. അപ്പോൾ ഈ 3 കാരണങ്ങളും പ്രൈമറി റീനൽ കോസസ് ആയിട്ട് ഉൾപ്പെടുത്തിയേക്കുവാണ്. അതായത് ഗ്ലോമർലോ സ്ക്ലീറോസിസ്, അതായത് സ്ക്ലീറോസിസ് മീൻസ് തിക്കനിങ് ഓഫ് ദി ബ്ലഡ് വെസൽസ് ഓഫ് ദി ഗ്ലോമർലസ്. പിന്നെ അക്യൂട്ട് പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കസ് ഗ്ലോമർലോ നെഫ്രൈറ്റിസ് ആൻഡ് ഇമ്മ്യൂൺ കോംപ്ലക്സ് ഗ്ലോമർലോ നെഫ്രൈറ്റിസ്. ഈ 3 തരം റീനൽ പ്രോബ്ലത്തിൻ്റെയും റീനൽ ഡിസീസിൻ്റെയും കോംപ്ലിക്കേഷനായിട്ട് നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടാകാം. ഇനിയുള്ളത് സിസ്റ്റമിക് കോസസ് ആണ്. അതിനകത്ത് പറയുന്നത് ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പം ഏത് തരം ഇൻഫെക്ഷൻസും ഇറ്റ് ക്യാൻ ലീഡ് ടു കിഡ്നി പ്രോബ്ലം. പിന്നെ ചില ടോക്സിൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ചില ഈച്ചകൾ കുത്തുക, കടന്തൽ കുത്തുക, അങ്ങനെയുള്ള ചില ബീസിൻ്റെ പോയിസണുള്ളിൽ കയറിയാൽ അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് ഗ്ലോമർലോ നെഫ്രൈറ്റിസ് ഉണ്ടാകാം. കടന്തൽ കുത്തുക, ചില പ്രത്യേക ഈച്ചകളൊക്കെ കുത്തി മരിച്ചു പോയി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അത് പെട്ടെന്ന് റിയാക്ഷൻ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും ബോഡിയിൽ. എന്നിട്ട് അത് കിഡ്നിയെ അഫക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടാകാം. അതാണ് പറയുന്നത് ബീ സ്റ്റിങ് എന്ന് പറയും. ബി മീൻസ് ഈച്ചകൾ, ബീ സ്റ്റിങ്. പിന്നെ ഇൻഹെയിൽഡ് പ്രോട്ടീൻ, അതായത് ഏതെങ്കിലും നമ്മുടെ അന്തരീക്ഷത്തിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇപ്പോൾ ചില ഫാക്ടറികളുടെ അടുത്ത് താമസിക്കുന്നവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ അല്ലെങ്കിൽ എയർ പൊല്യൂഷനൊക്കെ ഉണ്ടാകുമ്പം അങ്ങനെയുള്ള ടോക്സിൻസ് ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ടും വിഷവാതകം ശ്വസിക്കുക എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെയുള്ള വിഷവാതകങ്ങളൊക്കെ ഉള്ളിൽ കയറിയാൽ അതിൻ്റെ ആ ടോക്സിൻസ് കിഡ്നി ചെല്ലുന്നുണ്ടേ അത് നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടാകാം. അതാണ് ഇൻഹെയിൽഡ് പോയിസൺ. പിന്നെ അലർജി, അതായത് ഏതെങ്കിലും അലർജി എന്ന് പറയുമ്പോൾ അതെന്തും ആകാമല്ലോ. അതിനകത്ത് ഇൻഹെയിൽ ചെയ്യുന്നതോ നമ്മുടെ ശരീരത്തിൽ കോണ്ടാക്റ്റ് ഉണ്ടാകുന്നതോ അതല്ലെങ്കിൽ ഫുഡ് ഐറ്റംസോ ഒക്കെ തന്നെ ഏതെങ്കിലും വ്യക്തിക്ക് അലർജി ഉണ്ടാക്കുന്നെങ്കിൽ ആ അലർജിയുടെ കോംപ്ലിക്കേഷനായിട്ട് നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടാകാം. ഓക്കെ. പിന്നെ വേറെ ചില കണ്ടീഷനുണ്ട്. കാർഡിയോവാസ്കുലർ ഡിസീസ്, അതായത് കാർഡിയോവാസ്കുലർ ഡിസീസ് എന്ന് പറഞ്ഞാൽ അതായത് സിക്കിൾ സെൽ അനീമിയ, ദെൻ റീനൽ വെയിൻ ത്രോംബോസിസ്, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. ഇങ്ങനെയുള്ള കണ്ടീഷൻസിൻ്റെ കോംപ്ലിക്കേഷനായിട്ടും നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടാകാം. അതായത് കാർഡിയോവാസ്കുലർ കണ്ടീഷൻസിനകത്ത് പറയുന്നത് സിക്കിൾ സെൽ ഡിസീസ്, അതായത് നമ്മൾ അതൊക്കെ പിന്നെ പഠിക്കും. അതായത് നമ്മുടെ RBCസിന് ഒരു പ്രത്യേക നോർമൽ ഷേപ്പ് ഉണ്ട്. അതിൽ നിന്ന് വേരിയേറ്റ് ചെയ്ത് അരിവാളിൻ്റെ രൂപത്തിൽ RBCs ഉണ്ടാകുക. ആ RBCs എപ്പോഴും അങ്ങ് ബ്രേക്ക് ഡൗൺ ചെയ്തു പോകും. അതായത് നോർമൽ ഷേപ്പ് അല്ല അതിന്. അതുകൊണ്ട് അങ്ങനെ വരുന്നോണ്ടേ ഒരുപാട് ബ്ലഡിൽ കൂടെ ഒരുപാട് ഹീമോഗ്ലോബിന് അതുപോലെ അതിൻ്റെ കണ്ടന്റ് എല്ലാം കൂടെ കൂടിയിട്ട് അത് ചെന്ന് കിഡ്നിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ടും നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടാകാം. പിന്നെ വേറൊന്ന് റീനൽ വെയിൻ ത്രോംബോസിസ്, അതായത് റീനൽ വെയിനകത്ത് എന്തെങ്കിലും ക്ലോട്ട് ഫോർമേഷൻ, അതല്ലെങ്കിൽ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. അത് നമ്മൾ എപ്പോഴും പഠിക്കുന്ന കൺജസ്റ്റീവ് ഹാർട്ട് മീൻസ് ഫെയിലിയർ ഓഫ് ദി ഹാർട്ട് ഡ്യൂ ടു സോ മെനി അതർ കണ്ടീഷൻസ്. അപ്പോൾ കൺജസ്റ്റീവ് ഹാർട്ട് ഇതിൻ്റെ എല്ലാം കോംപ്ലിക്കേറ്റഡായിട്ട് നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടാകാം. പിന്നെ ചില മാലിഗ്നൻസി, അതായത് ചിലതരം ക്യാൻസർ, എസ്പെഷ്യലി ലുക്കീമിയ, അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടാകാം. പിന്നെ അതർ സിംറ്റംസ് ലൈക്ക് ലൂപ്പസ്, സിസ്റ്റമിക് ലൂപ്പസ് എറിത്രമറ്റോസിസ് എന്ന് പറയും. അതും ഒരു ഒരുതരം ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്, അൺനോൺ ഇറ്റിയോളജിയാണ്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇപ്പോഴും വെല്ലായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടൊന്നുമില്ല. അതിന് പറയുന്ന SLE എന്നൊക്കെ നമ്മൾ ഷോർട്ട് ഫോമിൽ നിങ്ങൾ മെഡിക്കൽ സർജിക്കലി പഠിച്ചു കാണും. അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ലൈക്ക് സിസ്റ്റമിക് ലൂപ്പസ് എറിത്രമറ്റോസിസ് ആൻഡ് അനഫിലൈറ്റിക് പെർപ്യൂറ ആൻഡ് അമിലോയിഡോസിസ്. ഇത്രയും കണ്ടീഷൻസിൻ്റെ കോംപ്ലിക്കേഷനായിട്ടും നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടാകാം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് കോസറ്റീവ് ഫാക്ടേഴ്സ്. അതിനകത്ത് റീനൽ ഫാക്ടേഴ്സും ഉണ്ട്, എക്സ്ട്രാ റീനൽ ഫാക്ടേഴ്സും ഉണ്ട്. പിന്നെ നമ്മൾ ഇനി അതിൻ്റെ പത്തോഫിസിയോളജിയിലേക്ക് പോയാൽ
പത്തോഫിസിയോളജി പുസ്തകത്തിനകത്ത് ഞാനിതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, പക്ഷേ ഈ സ്ലൈഡ് നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ ഇതിനകത്ത് ഉണ്ടാക്കാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. എന്നാലും ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഐ വിൽ എക്സ്പ്ലെയിൻ ആൻഡ് ഓൾസോ യു ഗോ ത്രൂ ദി Rimble Sharma's book. A nice diagram is given in that. So when you study this pathophysiology, you take the book and keep it in front of you and refer the book and study. It will be easy for you. അപ്പോൾ പത്തോഫിസിയോളജിക്കകത്ത് മെയിൻലി എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മെയിൻലി ഹൗ ഇറ്റ് ഹാപ്പൻസ് എന്നുള്ളതാണല്ലോ പത്തോഫിസിയോളജി നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ദർ വിൽ ബി പത്തോളജിക്കൽ കണ്ടീഷൻ ലീഡ് ടു ഓൾട്രേഷൻ ഇൻ ഗ്ലോമർലാൽ ബേസ്മെന്റ് മെംബ്രെയിൻ. നമ്മൾ കുറേ ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് ഇപ്പോൾ കണ്ടല്ലോ. ആ ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സിൽ ഏതെങ്കിലും ഒരു രോഗിക്കുണ്ടെങ്കിൽ ആ ഒരു ഡിസീസ് ബേബിയിലോ അല്ലെങ്കിൽ ചൈൽഡിലോ ഉണ്ടാകുമ്പം ദാറ്റ് വിൽ ലീഡ് ടു പത്തോളജിക്കൽ കണ്ടീഷൻ ലീഡിങ് ടു ഓൾട്രേഷൻ ഇൻ ഗ്ലോമർലാൽ ബേസ്മെന്റ് മെംബ്രെയിൻ. അതായത് നമ്മൾ അനാറ്റമി പഠിക്കുമ്പോൾ ഗ്ലോമർലിൻ്റെ അകത്തൊരു ബേസ്മെന്റ് മെംബ്രെയിൻ ഉണ്ടെന്നും അതിൻ്റെ സ്ട്രക്ചർ ഇൻ സച്ച് എ വേ സോ ദാറ്റ് ആവശ്യമുള്ള സാധനങ്ങളെ മാത്രമേ അത് എക്സ്ക്രീറ്റ് ചെയ്ത് കളയത്തുള്ളൂ. അതായത് ഇപ്പോൾ യൂറിനാകുമ്പോൾ യൂറിനകത്ത് നൈട്രോജനസ് വേസ്റ്റ് പ്രോഡക്റ്റുകൾ, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ ഇങ്ങനെയുള്ള നമുക്ക് വേണ്ടാത്ത, ബോഡിക്ക് വേണ്ടാത്ത സാധനങ്ങളെയാണ് യൂറിനെ കൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നത്. അല്ലാതെ ബോഡിക്ക് വേണ്ട ഒരു സാധനങ്ങളെയും കിഡ്നി എക്സ്ക്രീറ്റ് ചെയ്യത്തില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ബേസ്മെൻറ്റ് മെംബ്രെയിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ് നോർമലി ഫോം ചെയ്തേക്കുന്നത്. ഇറ്റ് വിൽ എക്സ്ക്രീറ്റ് ഓൺലി നൈട്രോജനസ് വേസ്റ്റ് പ്രോഡക്ട്സ് ലൈക്ക് യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ എക്സെട്ര വിച്ച് ഇസ് പ്രസൻറ്റ് ഇൻ ദ യൂറിൻ. മനസ്സിലായോ? പിന്നെ അതേസമയം ഇവിടെ അങ്ങനെയല്ല. ഈ പറയുന്ന എന്താണോ എറ്റിയോളജിക്കൽ ഫാക്ടർ നെഫ്രോട്ടിക് സിൻഡ്രത്തിൻ്റെ കുട്ടിക്കുള്ളതോ ആ ഡിസീസിൻ്റെ ഭാഗമായിട്ട് ഈ നെഫ്രോൺസിലെ ഗ്ലോമർലോ ബേസ്മെൻറ്റ് മെംബ്രെയിൻസിന് വ്യത്യാസം വരും. അതെന്ത് വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പെർമിയബിലിറ്റി അതർ സബ്സ്റ്റൻസിനെ കടത്തിവിടാനുള്ള പെർമിയബിലിറ്റി കൂടും. എന്ന് വെച്ചാൽ അതിൽ കൂടെ നേരത്തെ പോയിക്കൊണ്ടിരിക്കുക യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ ഇതിന് പകരം ബ്ലഡ് സെൽസ് അങ്ങനെയുള്ള വേറെ ബോഡിക്ക് ആവശ്യമായ പ്രോട്ടീന് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൂടെ അത് കടത്തിവിടും. ബേസ്മെൻറ്റ് മെംബ്രെയിനിൽ കൂടെ യൂറിനിലേക്ക് കടത്തിവിടും. മനസ്സിലായോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബോഡിയിലെ പ്രോട്ടീൻ ലെവൽ കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ ബ്ലഡ് ഇങ്ങനെ അതിൽ കൂടെ പോകുന്നതുകൊണ്ട് കുട്ടി അനീമിക് ആകുക, അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ടാകും. മനസ്സിലായോ? തന്നെയല്ല, ഇങ്ങനെയുള്ള ബേസ്മെൻറ്റ് മെംബ്രെയിൻ്റെ ഇതുകൊണ്ട് പെർമിയബിലിറ്റി കൂടുന്നതുകൊണ്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും ബ്ലഡ് സെൽസും എല്ലാം അതിൽ കൂടെ ലീക്ക് ഔട്ട് ചെയ്ത് വെളിയിൽ പോകും. തന്നെയല്ല, ഗ്ലോമർലാൽ ഫിൽട്രേഷൻ റേറ്റ് കുറയും. കാരണം അതിന് ആ ഒരു ബേസ്മെൻറ്റ് മെംബ്രെയിന് ചേഞ്ച് വരുന്നുണ്ട്. അതാണ് ഇതിൽ പറയുന്നത്. ദാറ്റ് ഈസ് പത്തോളജിക്കൽ കണ്ടീഷൻ ലീഡ് ടു ഓൾട്രേഷൻ ഇൻ ഗ്ലോമർലാൽ ഫിൽട്രേഷൻ, ഗ്ലോമർലാൽ ബേസ്മെൻറ്റ് മെംബ്രെയിൻ. എന്നിട്ട് അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് പിന്നെ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഇൻക്രീസസ് ദ ഗ്ലോമർലാർ പെർമിയബിലിറ്റി ഓഫ് പ്ലാസ്മ പ്രോട്ടീൻ. അതായത് പ്ലാസ്മ പ്രോട്ടീന് ആ ബേസ്മെൻറ്റ് മെംബ്രെയിനിൽ കൂടെ കടന്ന് വെളിയിൽ പോകുന്നു, അല്ലെങ്കിൽ യൂറിനിലേക്ക് പോകുന്നു. അങ്ങനെയാണ് കുട്ടിക്ക് അതായത് യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രസൻസ് ഓഫ് ആൽബുമിൻ കാണാൻ പറ്റും. അങ്ങനെ ആൽബുമിൻ അവിടെ കൂടുതൽ എക്സ്ക്രീറ്റഡ് ആയി പോകുന്നതുകൊണ്ട് ബ്ലഡിനകത്തുള്ള ആൽബുമിൻ്റെ ലെവൽ കുറയും. മനസ്സിലായോ? സോ പ്രോട്ടീനൂറിയ ഒക്കേഴ്സ് ആൻഡ് പ്ലാസ്മ പ്രോട്ടീൻ റെഡ്യൂസസ്. മനസ്സിലായല്ലോ? അതായത് യൂറിനകത്ത് പ്രോട്ടീൻ കൂടുതൽ കാണുകയും ചെയ്യും, ബ്ലഡിനകത്തുള്ള പ്രോട്ടീൻ്റെ അളവ് കുറയുകയും ചെയ്യും. ദെൻ ഇറ്റ് ലീഡ്സ് ടു റിഡക്ഷൻ ഇൻ കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ. എന്ന് പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് പ്രോട്ടീൻ ഒരുപാട് എക്സ്ക്രീറ്റഡ് ആയി പോകുന്നത് കൊണ്ട് ബ്ലഡിൻ്റെ വിസ്കോസിറ്റി, അതായത് ബ്ലഡിൻ്റെ ആ തിക്നെസ്, അതായത് ഓരോ ബ്ലഡ് വെസൽസും ഇങ്ങനെ റീറ്റെയിൻ ചെയ്തിരിക്കണമെങ്കിൽ അതിൻ്റേതായ ഒരു ഓസ്മോട്ടിക് പ്രഷർ വേണം, നോർമൽ വേണം. അത് ഇല്ലാതെ പോകും. എന്തുകൊണ്ടാണ്? കൂടുതൽ പ്രോട്ടീൻ ലീക്ക് ഔട്ട് ചെയ്ത് വെളിയിലോട്ട് പോകുന്നതുകൊണ്ട്. സോ ഇറ്റ് ലീഡ്സ് ടു റിഡക്ഷൻ ഇൻ കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ വിച്ച് ലീഡ്സ് ടു ഫ്ലൂയിഡ്സ് ടു ഫ്ലോ ഫ്രം കാപ്പിലറീസ് ടു ടിഷ്യൂസ് റിസൾട്ടിങ് ഇൻ എഡീമ. അപ്പോൾ ഇതിൻ്റെ കൊളോയിഡൽ പ്രഷർ കുറഞ്ഞു പോകുന്നത് കൊണ്ട് ബ്ലഡ് വെസലിൽ നിന്ന് വാട്ടർ പാർട്ടിക്കിൾ ടിഷ്യൂയിലേക്ക് ലീക്ക് ചെയ്യും, അതായത് ബോഡി ടിഷ്യൂയിലേക്ക് ലീക്ക് ചെയ്യും. അങ്ങനെയാണ് ബോഡിയിൽ എഡിമ ഉണ്ടാകുന്നത്. മനസ്സിലായോ? പിന്നെ തന്നെയല്ല, ഇത്രമാത്രം ഈ പറയുന്ന ഒരു മെക്കാനിസം ബോഡിയിൽ ഉണ്ടാകുമ്പം തന്നെ ഇറ്റ് സ്റ്റിമുലേറ്റ് ദ ആൽഡോസ്റ്റിറോൺ ബൈ ദി പ്രൊഡക്ഷൻ ഇൻ അഡ്രിനൽസ് റിസൾട്ടിങ് ഇൻ സോഡിയം ആൻഡ് വാട്ടർ റിറ്റൻഷൻ ലീഡിങ് ടു ഇൻക്രീസ് ഇൻ എഡിമ. അപ്പോൾ ഇങ്ങനെ ഒരു മെക്കാനിസം, അതായത് കൊളോയിഡൽ റിഡക്ഷൻ ഇൻ കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷറൊക്കെ സംഭവിക്കുമ്പോഴത്തേക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബോഡിയിൽ ആൽഡോസ്റ്റിറോൺ പ്രൊഡക്ഷൻ കൂടും. അഡ്രിനൽസ് ആൽഡോസ്റ്റിറോൺ പ്രൊഡക്ഷൻ കൂടുന്നു. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ കുറഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ ബോഡിയുടെ മെക്കാനിസമായിട്ട് അഡ്രിനൽ ഗ്ലാൻഡ് ആൽഡോസ്റ്റിറോൺ പ്രൊഡക്ഷൻ കൂട്ടും. അപ്പോൾ ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രത്യേക കഴിവുണ്ട്. അത് സോഡിയത്തിനെയും വാട്ടറിനെയും റിറ്റെയിൻ ചെയ്യുന്ന ഒരു ഹോർമോണാണ്.
അങ്ങനെ വരുമ്പോഴത്തേക്ക് ബോഡിയിൽ സോഡിയവും വാട്ടറും റിറ്റെയിൻ ചെയ്യും. അപ്പോൾ ഓൾറെഡി നേരത്തെ തന്നെ എഡിമ ഉണ്ട്, അതിൻ്റെ കൂടെ ഈ എഡിമ കൂടുകയും ചെയ്യും. മനസ്സിലായോ? അങ്ങനെയാണ് പത്തോഫിസിയോളജി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് കുട്ടിക്ക് ഒരുപാട് എഡിമ ഉണ്ടാകും. മറ്റുള്ള സിംറ്റംസ് ഒക്കെ നമ്മൾ ഒത്തിരി പറയും. ഇനിയിപ്പോൾ സിംറ്റമറ്റോളജിയിൽ അതെല്ലാം പറയും, ഇതിൻ്റെ മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ്. അപ്പോൾ പത്തോളജിക്കൽ മെക്കാനിസം ഇതാണ് സംഭവിക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് എന്താണോ കുട്ടിക്കൊരു കോസറ്റീവ് ഫാക്ടർ ഉള്ളത് അത് കിഡ്നിയിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബേസ്മെൻറ്റ് മെംബ്രെയിൻ ഓൾട്രേഷൻ, ഗ്ലോമറുലാർ ബേസ്മെൻറ്റ് മെംബ്രെയിൻ ഓൾട്രേഷൻ വരും. ഓൾട്രേഷൻ വരുമ്പോൾ അതിൻ്റെ ഗ്ലോമറുലാർ പെർമിയബിലിറ്റി ടു പ്ലാസ്മ പ്രോട്ടീൻ കൂടും. അപ്പോൾ പ്ലാസ്മ പ്രോട്ടീൻ കൂടുതലും ബ്ലഡിൽ നിന്ന് കൂടുതലും വെളിയിലേക്ക് ലീക്ക് ഔട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ബ്ലഡിലെ പ്ലാസ്മ പ്രോട്ടീൻ്റെ അളവ് കുറയും. അറ്റ് ദ സെയിം ടൈം യൂറിനകത്ത് ഒത്തിരി പ്രോട്ടീൻ ചേർന്ന് അത് വെളിയിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ നെഫ്രോട്ടിക് സിൻഡ്രോമുള്ള കുട്ടികളുടെ എപ്പോഴും പ്രോട്ടീൻ അസസ്മെൻ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂറിനിൽ അതൊക്കെ നോക്കാറുണ്ട്. ഓക്കെ, അത് കഴിയുമ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ലീഡ്സ് റിഡക്ഷൻ ഇൻ കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ. അതായത് ഇപ്പോൾ നമ്മളൊരു പാത്രത്തിനകത്ത് പലതരം സാധനങ്ങൾ കലക്കി വെക്കുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു സ്ട്രെങ്ത് ഒക്കെ ഉണ്ട്. ഇപ്പോൾ തന്നെ കുറച്ചൊരു വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര കലക്കി വെക്കുക. 2 സ്പൂൺ പഞ്ചസാര ഇടുമ്പോഴും 4 സ്പൂൺ പഞ്ചസാര ഇടുമ്പോഴും അതിൻ്റെ കോൺസെൻട്രേഷൻ വ്യത്യാസമാണ് അല്ലേ? കാരണം അതിനകത്ത് ഒരു സാധനം കലങ്ങി കിടക്കുന്നുണ്ട്, അത് സോൾവെൻ്റ് ആകുമ്പോൾ അതിൻ്റെ തിക്നെസ് കൂടും. അതുപോലെ തന്നെയാണ് ബ്ലഡിനകത്ത് പ്രോട്ടീൻ എന്ന് പറഞ്ഞൊരു സാധനം ഇതിനകത്ത് ഉണ്ടായിരുന്നു, ആൽബുമിനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആൽബുമിന് അതിൽ നിന്ന് അങ്ങ് ലീക്ക് ഔട്ട് ചെയ്ത് പോകുമ്പോൾ പിന്നെ ഈ ബ്ലഡ് എന്ന് പറയുന്ന സാധനം കുറേ കൂടെ അങ്ങ് ഡൈല്യൂട്ട് ആവും അല്ലേ? അപ്പോൾ അങ്ങ് ഡൈല്യൂട്ടഡ് ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ കുറയും. അങ്ങനെ ഓസ്മോട്ടിക് പ്രഷർ കുറയുമ്പോഴാണ് പിന്നെ ആൽഡോസ്റ്റിറോൺ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത് ബൈ ദ അഡ്രിനൽസ്. അതിൻ്റെ മെക്കാനിസം, ആൽഡോസ്റ്റിറോണിൻ്റെ പ്രത്യേക ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ സോഡിയം വാട്ടർ റിറ്റൈനിങ് ഹോർമോൺ അത്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ വീണ്ടും കുട്ടിയിലുണ്ടാകുന്ന എഡിമയും അതുപോലെ എഡിമ അല്ലെങ്കിൽ വാട്ടർ റിറ്റൻഷൻ കൂടും. അപ്പോൾ അതാണ് പത്തോഫിസിയോളജി. ഓക്കെ, പിന്നെ അടുത്തത് ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. അതായത് മെയിൻലി ഫസ്റ്റ് വൺ ഈസ് വെയിറ്റ് ഗെയിൻ. തീർച്ചയായിട്ടും കുട്ടിയിൽ വാട്ടർ കളക്ഷൻ ഉള്ളതുകൊണ്ട് എഡിമ ഉള്ളതുകൊണ്ട് കുട്ടിയുടെ വെയിറ്റ് കൂടും. പിന്നെ പഫ്നെസ് ഓഫ് ഫേസ് ആൻഡ് പെരി ഓർബിറ്റൽ എഡിമ. അതായത് ശരീരത്തിൽ എവിടെ ജനറലൈസ്ഡ് എഡിമ ഉണ്ടായാലും അങ്ങനെയുള്ളൊരു കുട്ടിക്ക് ആദ്യം പോയി എഡിമ കളക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്ടർ കളക്ഷൻ ഉണ്ടാകുന്നത് ലൂസ് കണക്റ്റീവ് ടിഷ്യൂസിലാണ്. അപ്പോൾ ഈ പെരി ഓർബിറ്റൽ റീജിയൻ എന്ന് പറഞ്ഞാൽ ഫേസും ഒക്കെ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എഡിമ കാണുന്നത് മുഖത്തായിരിക്കും. അത് ഇറ്റ് വിൽ അപ്പിയർ ആസ് പഫ്നെസ് ഓഫ് ഫേസ് ആൻഡ് പെരി ഓർബിറ്റൽ എഡിമ. ദെൻ അനാസാർക്ക ആൻഡ് അസൈറ്റിസ്. അസൈറ്റിസ് മീൻസ് കളക്ഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻ ദി അബ്ഡോമിനൽ ക്യാവിറ്റി. അത് എഡിമ, അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ ഉള്ള ഓർഗൻസിനെയൊക്കെ എഡിമ ബാധിക്കും, അസൈറ്റിസ് ഉണ്ടാകും. പിന്നെ അനാസാർക്ക എന്ന് വെച്ചാൽ ജനറലൈസ്ഡ് എഡിമ. ദെൻ പ്രോട്ടീനൂറിയ. അത് നേരത്തെ പറഞ്ഞല്ലോ, യൂറിൻ ഒരുപാട് യൂറിനിൽ കൂടെ എസ്കേപ്പ് ചെയ്യും. അപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോട്ടീൻ ആൽബുമിൻ്റെ കണ്ടൻറ്റ് കണ്ടെത്താൻ കഴിയും. പിന്നെ ഹെമറ്റൂറിയ, അതും ഞാൻ നേരത്തെ പറഞ്ഞു, ബ്ലഡ് ഒരുപാട് ലീക്ക് ചെയ്യും. കാരണം പെർമിയബിലിറ്റി, ബേസ്മെൻറ്റ് മെമ്പറൈൻ്റെ പെർമിയബിലിറ്റി കൂടുന്നത് കൊണ്ട് ബ്ലഡ് ലീക്ക് ചെയ്ത് യൂറിനിലേക്ക് പോകും. മനസ്സിലായോ? പിന്നെ ഹൈപ്പോ ആൽബുമിനീമിയ എന്ന് വെച്ചാൽ ബ്ലഡിലുള്ള ആൽബുമിൻ്റെ ക്വാണ്ടിറ്റി കുറയും. അതാണ് ആ കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് ഹൈപ്പോ ആൽബുമിനീമിയ. പിന്നെ ഹൈപ്പർ കൊളസ്ട്രീമിയ, അതായത് ബ്ലഡിനകത്തുള്ള കൊളസ്ട്രോളിൻ്റെ ക്വാണ്ടിറ്റി കൂടും. അത് മെറ്റബോളിസത്തിലൊക്കെ വരുന്ന ചേഞ്ച് കൊണ്ടാണ്. പിന്നെ അനറക്സിയ, അതായത് ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്, വോമിറ്റിംഗ് ആൻഡ് ഡയറിയ. പിന്നെ ഒളിഗൂറിയ, അതായത് റെഡ്യൂസ്ഡ് യൂറിൻ ഔട്ട്പുട്ട്, നോർമൽ യൂറിൻ ഔട്ട്പുട്ട് ഒന്നും കാണത്തില്ല. പിന്നെ ഇൻക്രീസ്ഡ് BP എന്നാണ്, ഇൻക്രീസ്ഡ് BP ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ പോലും ഇൻക്രീസ്ഡ് BP ആൻഡ് സസെപ്റ്റബിലിറ്റി ടു ഇൻഫെക്ഷൻ. ഇത്രയാണ് കുട്ടിയുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. അപ്പോൾ നമ്മൾ പത്തോഫിസിയോളജി ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എഴുതാൻ എളുപ്പമാണ്. വെയിറ്റ് ഗെയിൻ ഉണ്ടാകും, പഫ്നെസ് ഓഫ് ഫേസ് ആൻഡ് പെരിയോർബിറ്റൽ എഡീമ, ഇതൊക്കെ വെയിറ്റ് ഗെയിൻ, അതായത് വാട്ടർ റിറ്റൻഷൻ്റെ പ്രത്യേകതകളാണ്. പിന്നെ അനാസാർക്ക, അതും ജനറലൈസ്ഡ് എഡീമ ആൻഡ് അസൈറ്റിസ്. ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും വാട്ടർ റിറ്റൈനിങ് ഇൻ ദ ബോഡിയുടെ കോൺസിക്വൻസ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ കാണുന്നത്. പിന്നെ പ്രോട്ടീനൂറിയ, അതായത് പ്രസൻസ് ഓഫ് പ്രോട്ടീൻ ഇൻ ദ യൂറിൻ. നോർമലി നമ്മുടെ യൂറിനിൽ പ്രോട്ടീൻ ഒന്നും ഇല്ലാത്തതാണ്, അത് ഇവിടെ പ്രോട്ടീനൂറിയ കാണിക്കും. പിന്നെ ഹെമറ്റൂറിയ ഉണ്ട്. പിന്നെ ഹൈപ്പോ ആൽബുമിനീമിയ, ദാറ്റ് ഈസ് കണ്ടൻറ്റ് ഓഫ് നോർമൽ കണ്ടൻറ്റ് ഓഫ് ആൽബുമിൻ ഇൻ ദ ബ്ലഡ്, അത് കാണത്തില്ല, ബിലോ നോർമലായിരിക്കും. പിന്നെ ഹൈപ്പർ കൊളസ്ട്രീമിയ, അനറക്സിയ, വോമിറ്റിംഗ്, ഡയറിയ, ഒളിഗൂറിയ ആൻഡ് ഇൻക്രീസ്ഡ് BP ആൻഡ് സസെപ്റ്റബിലിറ്റി ടു ഇൻഫെക്ഷൻ. ഇത്രയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. മനസ്സിലായോ? അപ്പോൾ ഇനി നമ്മൾ ഒന്നുകൂടി ഞാൻ പറയാം. വെയിറ്റ് ഗെയിൻ,
puffiness of face and periorbital edema, anasarca and ascites, proteinuria, hematuria, hypoalbuminemia, hypercholesteremia, anorexia, vomiting and diarrhea, oliguria, increased BP and susceptibility of infection. ഓക്കെ, ഇത്രയാണ്. പിന്നെ ഇനി ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, ഇനി എങ്ങനെയാണ് നെഫ്രോട്ടിക് സിൻഡ്രോം ഡയഗ്നോസ് ചെയ്യുന്നതിനും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് മെയിൻലി യൂറിൻ അനാലിസിസ് നടത്തും. ഈ യൂറിൻ അനാലിസിസ് നടത്തുക, സിമ്പിൾ യൂറിൻ അനാലിസിസ് നടത്തും. പിന്നെ ടോട്ടൽ പ്രോട്ടീന് വേണ്ടി 24 hour യൂറിൻ കളക്ട് ചെയ്യണം. അതായത് ഒരു കുട്ടി പാസ് ചെയ്യുന്ന 24 മണിക്കൂർ നേരത്തെ, ഇപ്പോൾ രാവിലെ 7 മണി തൊട്ട് നാളെ രാവിലെ 7 മണി വരെയുള്ള യൂറിൻ ടോട്ടൽ എമൗണ്ട് എടുത്തിട്ട് അതിൽ നിന്നാണ് ടോട്ടൽ പ്രോട്ടീൻ നോക്കുന്നത്. ഓക്കെ, ടോട്ടൽ പ്രോട്ടീൻ അല്ലെങ്കിൽ ആൽബുമിൻ ആൻഡ് ഗ്ലോബുലിൻ ലെവൽസ് ഇത് നോക്കും അല്ലേ. ആൽബുമിനും ഗ്ലോബുലിനുമാണ് മെയിൻലി ബ്ലഡിലുള്ള 2 പ്രോട്ടീൻസ്, അത് രണ്ടും നോക്കും. പിന്നെ ESR, എറിത്രോസൈറ്റിക് സെഡിമെൻറ്റേഷൻ റേറ്റ്, അത് എല്ലാ ഈ ഇൻഫ്ലമേറ്ററി കണ്ടീഷനിൽ ESR കൂടാറുണ്ടല്ലോ, അത് നോക്കും. പിന്നെ സീറം കൊളസ്ട്രോൾ, നമ്മൾ പറഞ്ഞു ഹൈപ്പർ ലിപ്പിഡീമിയ ഉണ്ടാകും കുട്ടിയെന്ന് പറഞ്ഞു, അത് നോക്കാൻ വേണ്ടി സീറം കൊളസ്ട്രോൾ നോക്കും. പിന്നെ എസ്റ്റിമേഷൻ ഓഫ് ഇലക്ട്രൈറ്റ്സ്, യൂറിയ ആൻഡ് ക്രിയാറ്റിനിൻ, അതായത് സോഡിയം പൊട്ടാസ്യം, പിന്നെ യൂറിക് ആസിഡ് ആൻഡ് ക്രിയാറ്റിനിൻ. ഇത് വേസ്റ്റ് പ്രോഡക്റ്റ് ആണല്ലോ, കിഡ്നി എക്സ്ക്രീറ്റ് ചെയ്യുന്ന വേസ്റ്റ് പ്രോഡക്റ്റ് ആണ്. അത് എത്രമാത്രം കിഡ്നി ഫംഗ്ഷൻ എങ്ങനെയുണ്ടെന്ന് അസസ് ചെയ്യാൻ വേണ്ടിയാണ് യൂറിക് ആസിഡ് ആൻഡ് ക്രിയാറ്റിനിൻ നോക്കും. പിന്നെ അൾട്രാസൗണ്ട് ഓഫ് ദ അബ്ഡോമൻ ആൻഡ് ബയോപ്സി ഓഫ് കിഡ്നി. അപ്പോൾ ഇത്രയാണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. ഫസ്റ്റ് വൺ യൂറിൻ അനാലിസിസ്, ദാറ്റ് ഈസ് ഫോർ ടോട്ടൽ പ്രോട്ടീൻ എസ്റ്റിമേഷൻ. യൂഷ്വലി അത് 3.5 mg/L ഫോർ 24 hours ആണെങ്കിൽ ദാറ്റ് ഷോസ് ദാറ്റ് ചൈൽഡ് ഈസ് ഹാവിങ് നെഫ്രോട്ടിക് സിൻഡ്രോം. മനസ്സിലായോ? പിന്നെ ബ്ലഡ് ഫോർ ടോട്ടൽ സീറം പ്രോട്ടീൻ, ആൽബുമിൻ ആൻഡ് ഗ്ലോബുലിൻ ലെവൽസ്, ESR, സീറം കൊളസ്ട്രോൾ, estimation of electrolytes, urea and creatinine, then ultrasound of abdomen and biopsy of kidney. ഇത്രയാണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. പിന്നെ ഇനി നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ് നോക്കാം. മെഡിക്കൽ മാനേജ്മെൻറ്റിനകത്ത് മെയിൻലി പറയുന്നത് എന്തൊക്കെ മെഡിസിനാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. യൂഷ്വലി നെഫ്രോട്ടിക് സിൻഡ്രോം ഒരു മെഡിക്കലി മാനേജ് ചെയ്യുന്നൊരു കണ്ടീഷനാണ്. അവിടെ സർജിക്കൽ ഇൻ്റർഫിയറൻസ് ഒന്നും ഇല്ല. സോ വി ക്യാൻ സേ ദാറ്റ് മെഡിക്കൽ മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആദ്യമേ the goal of medical management is reduction of protein excretion. അതായത് യൂറിനിൽ കൂടെ പോകുന്ന പ്രോട്ടീൻ എക്സ്ക്രീഷനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ എയിം ഓഫ് ട്രീറ്റ്മെൻറ്റ്. സോ ദ ഗോൾ ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഈസ് ടു റെഡ്യൂസ് ദ പ്രോട്ടീൻ എക്സ്ക്രീഷൻ ആൻഡ് എഡിമ. അതായത് കുട്ടിയുടെ എഡിമ കുറയ്ക്കുക, അതുപോലെ തന്നെ യൂറിനിൽ കൂടെ നഷ്ടപ്പെടുന്ന പ്രോട്ടീൻ്റെ ക്വാണ്ടിറ്റിയും ഇല്ലാതാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക. അതാണ് മെയിൻ ഗോൾ ഓഫ് ദി ട്രീറ്റ്മെൻറ്റ്. സോ ട്രീറ്റ്മെൻറ്റ് അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റൊക്കെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ആദ്യമേ കൊടുക്കുന്നത് കുട്ടിക്ക് പ്രെഡ്നിസോലോൺ, ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് ടാബ്ലറ്റ്. സ്റ്റീറോയിഡ് തെറാപ്പിയാണ്. അതിനകത്ത് നമ്മൾ കൊടുക്കുന്നത് പ്രെഡ്നിസോലോൺ എന്ന് പറയുന്ന ടാബ്ലറ്റാണ്. അതായത് 2 mg/kg/day ഇൻ ഡിവൈഡഡ് ഡോസസ് ഫോർ 6 weeks. മനസ്സിലായോ? അതായത് ഗോൾ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഈസ് മെഡിക്കൽ മാനേജ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു. അതിനകത്ത് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ എഡിമ കുറയ്ക്കുക, അതുപോലെ തന്നെ നഷ്ടപ്പെടുന്ന പ്രോട്ടീൻ്റെ യൂറിനിൽ കൂടെ നഷ്ടപ്പെടുന്ന പ്രോട്ടീൻ്റെ കുറവ്, പ്രോട്ടീൻ്റെ നഷ്ടപ്പെടൽ ഇല്ലാതാക്കുക. അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ഇൻക്ലൂഡ്സ് ട്രീറ്റ്മെൻറ്റ് വിത്ത് സ്റ്റിറോയിഡ്സ്, ദാറ്റ് ഈസ് മെയിൻലി ഓറലി സ്റ്റിറോയിഡ് ഈസ് സ്റ്റാർട്ടഡ്, ദാറ്റ് ഈസ് പ്രെഡ്നിസോലോൺ ടാബ്ലറ്റ് 2 mg/kg ബോഡി പെർ ഡേ ഇൻ ഡിവൈഡഡ് ഡോസസ് ഫോർ 6 weeks. 6 ആഴ്ചത്തേക്ക് ട്രീറ്റ്മെൻറ്റ് ആദ്യം കൊടുക്കും, പ്രെഡ്നിസോലോൺ ട്രീറ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് സ്റ്റീറോയിഡ് ട്രീറ്റ്മെൻറ്റ് ഓറലി. 2 mg കുട്ടിയുടെ വെയിറ്റ് നോക്കിയിട്ട് അത് 2 mg, ഇപ്പോൾ 5 kilo ഉള്ള ഒരു കുട്ടി അല്ലെങ്കിൽ 10 kilo ഉള്ള കുട്ടിയാണെങ്കിൽ 20 mg കുട്ടിക്ക് കൊടുക്കണം പെർ ഡേ. മനസ്സിലായോ? അങ്ങനെ അത് 20 mg എന്ന് വെച്ചാൽ 3 ഡിവൈഡഡ് ഡോസിലോ TDS ആയിട്ടൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. മനസ്സിലായോ? TDS ആയിട്ട് അത് ഡോക്ടർ ഡിസൈഡ് ചെയ്യും എങ്ങനെ കൊടുക്കണമെന്ന്. TDS ആയിട്ടോ BD ആയിട്ടോ കൊടുത്തിട്ട് അങ്ങനെ 6 ആഴ്ച കൊടുക്കണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻറ്റ്. ദാറ്റ് ഈസ് ദ മെയിൻ ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് പ്രെഡ്നിസോലോൺ ഓർ ഓറൽ സ്റ്റീറോയിഡ്. പിന്നെ റിലാപ്സ് ഈസ് ട്രീറ്റഡ്, എന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്യും 6 ആഴ്ച കഴിയുമ്പോൾ. പിന്നെ ഈ റിലാപ്സ് ഈസ് ട്രീറ്റഡ് വിത്ത് ആൽക്കൈലേറ്റിംഗ് ഏജൻറ്റ് സച്ച് ആസ് സൈക്ലോഫോസ്ഫമൈഡ് 2 mg/kg/day ഫോർ 12 weeks. ഈ കുട്ടിക്ക് വീണ്ടും ഈ സിംറ്റംസ് അപ്പിയർ ചെയ്യുവാണെങ്കിൽ അതിന് വേറൊരു ഡ്രഗാണ് കൊടുക്കുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ആൻ ആൽക്കൈലേറ്റിംഗ് ഏജൻറ്റ് സച്ച് ആസ് സൈക്ലോഫോസ്ഫമൈഡ്.
ഈ സൈക്ലോഫോസ്ഫമൈഡ് എന്ന് പറയുന്ന ഡ്രഗ് നമ്മൾ മാലിഗ്നൻസിക്കും ഒക്കെ കൊടുക്കുന്നതാണ്. ദാറ്റ് ഈസ് ആൻ ആൽക്കലൈറ്റിംഗ് ഏജൻറ്റ് സൈക്ലോഫോസ്ഫമൈഡ്. അതിൻ്റെ ഡോസ് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 mg/kg പെർ ഡേ ഫോർ 12 വീക്സ്. നേരത്തെ 6 ആഴ്ച കൊടുത്തു, പിന്നെ 12 ആഴ്ച കൊടുക്കും. പിന്നെ കുട്ടിക്ക് വെൽ ബാലൻസ്ഡ് പ്രോട്ടീൻ റിച്ച് ഫുഡ് കൊടുക്കണം. കാരണം പ്രോട്ടീൻ ഒത്തിരി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് വെൽ ബാലൻസ്ഡ് ആൻഡ് പ്രോട്ടീൻ റിച്ച് കൊടുക്കണം. സോഡിയം ആൻഡ് വാട്ടർ റെസ്ട്രിക്ഷൻ ടു കൺട്രോൾ എഡിമ. അപ്പോൾ കുട്ടിക്ക് സോഡിയം കണ്ടെയ്നിങ് ഫുഡൊക്കെ പ്രിവെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യും. കാരണം കുട്ടി ഓൾറെഡി എഡിമ ഉള്ള കുട്ടിയല്ലേ. അപ്പോൾ വീണ്ടും നമ്മൾ സോഡിയം കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ആൾഡോസ്റ്റിറോൺ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വാട്ടർ റിറ്റൈനിങ് അയൺ ആണായിട്ടുള്ള സോഡിയത്തിനെ റീറ്റെയിൻ ചെയ്യും. അപ്പോൾ അങ്ങനെ തന്നെ കുട്ടിക്ക് എഡിമയുള്ള കുട്ടിയാണ്. അതുകൊണ്ട് വീണ്ടും സോഡിയം കൊടുക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് സോഡിയം ആൻഡ് വാട്ടർ റെസ്ട്രിക്ഷൻ ടു കൺട്രോൾ എഡിമ. അതും കീ റീസൺസ് എന്ന് പറഞ്ഞു വയ്ക്കാം. എന്തിനാണ് ഒരു നെഫ്രോട്ടിക് സിൻഡ്രോം കുട്ടിയിൽ സോഡിയവും വാട്ടറും റെസ്ട്രിക്റ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് പറയാം, കുട്ടിക്ക് പത്തോഫിസിയോളജിയുടെ ഭാഗമായിട്ട് ആൾഡോസ്റ്റിറോൺ ബോഡിയിൽ ഉണ്ടാക്കുന്നുണ്ട് ബൈ ദ അഡ്രീനൽ കോർട്ടക്സ് ഓഫ് ദി അഡ്രീനൽ കോർട്ടക്സ്. അങ്ങനെ വരുമ്പം ഇത് രണ്ടും സോഡിയം ഈസ് എ വാട്ടർ റിറ്റൈനിങ് അയോൺ ആൻഡ് ഓൾസോ ആൾഡോസ്റ്റിറോൺ അഗെയിൻ ഇറ്റ് റീറ്റെയിൻസ് വാട്ടർ ഇൻ ദ ബോഡി. അപ്പോൾ ഓൾറെഡി ദ ചൈൽഡ് ഇസ് ഇൻ എഡിമ. അങ്ങനെയുള്ളൊരു കുട്ടിക്ക് വീണ്ടും നമ്മൾ സോഡിയം വെളിയിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ, സോൾട്ടിനകത്ത് മെയിൻലി ഉള്ളത് സോഡിയം ക്ലോറൈഡ് അല്ലേ സോൾട്ട്, അപ്പോൾ സോഡിയം ഉണ്ടല്ലോ, അപ്പോൾ അത് വീണ്ടും എഡിമ കൂട്ടും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ട്രീറ്റ്മെൻറ്റിൻ്റെ ഉദ്ദേശം തന്നെ എന്താ, എഡിമ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പം തീർച്ചയായിട്ടും കുട്ടിക്ക് സോൾട്ട് റെസ്ട്രിക്ഷൻ ഉണ്ടാകും നെഫ്രോട്ടിക് സിൻഡ്രോം ഉള്ള കുട്ടിക്ക്. ഓക്കെ, അതാണ് അതിൻ്റെ കാരണം. അപ്പം നിങ്ങൾ റീസൺ എഴുതണം, കാര്യകാരണം സഹിതം റീസൺ എഴുതാൻ നിങ്ങൾക്ക് കഴിയും. ഇതിനകത്ത് റീസൺ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫുൾ മാർക്ക് കിട്ടത്തക്കവണ്ണം ആൻസർ ചെയ്യണം. ഇത്രയാണ് മെഡിക്കൽ മാനേജ്മെൻറ്റ്. ഇനി നമ്മൾ നേഴ്സിംഗ് മാനേജ്മെൻറ്റിലോട്ട് പോയാൽ അതിനകത്ത് നേഴ്സിംഗ് കെയർ ഓഫ് ദി ചൈൽഡ് വിത്ത് നെഫ്രോട്ടിക് സിൻഡ്രോം ഫോക്കസ് ഓൺ മെനി ഫാക്ടേഴ്സ്. ദ മെയിൻ ഫാക്ടേഴ്സ് ആർ: ഫസ്റ്റ് വൺ, കെയർ ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ. കെയർ ഡ്യൂറിങ് ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ കുട്ടി ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ എങ്ങനെയാണ് കെയർ കൊടുക്കുന്നത്, അതിനകത്താണ് കെയർ ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ വരുന്നത്. പിന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് പ്രിസ്ക്രൈബ്ഡ് മെഡിക്കേഷൻ, അതായത് എങ്ങനെയൊക്കെയാണ് നമ്മൾ മെഡിസിൻ എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന്, അത് എത്ര നാൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ആൾ നേഴ്സസ് ആണല്ലോ. സോ ഷീ ഷുഡ് ബി വെൽ അവെയർ ഓഫ് ദി medication administration and what is the action of the drug on the child, and also how the child should be taken care of. ഇതൊക്കെ അറിയണം. അതാണ് കെയർ ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ. പിന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് പ്രിസ്ക്രൈബ്ഡ് മെഡിക്കേഷൻ, ദെൻ മെയിൻ്റനൻസ് ഓഫ് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്. അതായത് കിഡ്നിയുടെ രോഗമാണ്, കിഡ്നിയാണ് ഇലക്ട്രോലൈറ്റ്സിനെയും നമ്മുടെ വാട്ടർ ഇലക്ട്രോലൈറ്റ് ബാലൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന മെയിൻ ഓർഗനാണ് കിഡ്നി അല്ലേ. അത് റീനൽ സിസ്റ്റത്തിൻ്റെ ഫങ്ഷനിൽ പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. അത് ഫങ്ഷൻ ഇമ്പേർഡായിട്ടിരിക്കുന്ന സമയത്ത് ഡോക്ടേഴ്സ് പല ട്രീറ്റ്മെൻറ്റിൽ കൂടെ IV ഫ്ലൂയിഡ്, അതിൻ്റെ ആഡിങ് ഓഫ് സർട്ടൻ തിങ്സ് ഇൻ ദ IV ഫ്ലൂയിഡ്, റെസ്ട്രിക്ഷൻ ഓഫ് സോഡിയം, റെസ്ട്രിക്ഷൻ ഓഫ് പൊട്ടാസ്യം, റെസ്ട്രിക്ഷൻ ഓഫ് ഓറൽ ഫ്ലൂയിഡ്, റെസ്ട്രിക്ഷൻ ഓഫ് IV ഫ്ലൂയിഡ്, ഇതെല്ലാം തന്നെ ഒരു പ്ലാൻ ഉണ്ടാകും. അപ്പോൾ ആ പ്ലാൻ അനുസരിച്ച് ട്രീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ കുട്ടിയുടെ രോഗം ഭേദമാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെയിൻ്റനൻസ് ഓഫ് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് റോൾ of the nurses also. She has to play an important role in maintaining the fluid and electrolyte balance of the child. പിന്നെ പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷൻ, കാരണം കുട്ടി കൂടുതൽ സസെപ്റ്റബിൾ ആണ് ഇൻഫെക്ഷന്, അതുകൊണ്ട് പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ദെൻ പ്രൊമോഷൻ ഓഫ് റെസ്റ്റ്, കുട്ടിക്ക് ഒരു എക്സ്റ്റെൻഡ് വരെ റെസ്റ്റ് വേണ്ട കുട്ടിയാണ്. പിന്നെ പ്രൊവിഷൻ ഓഫ് ഇമോഷണൽ സപ്പോർട്ട്, ദാറ്റ് ഈസ് ടു ചൈൽഡ് ആസ് വെൽ ആസ് ടു ദ പേരൻസ്. ദെൻ ഡിസ്ചാർജ് പ്ലാനിങ് ആൻഡ് ഹോം കെയർ ടീച്ചിങ്, അതായത് ഇതൊരു ക്രോണിക് കണ്ടീഷനാണ്. കുറച്ച് നാൾ പറഞ്ഞില്ലേ, ഇപ്പം തന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പം നമ്മൾ പറഞ്ഞ് 12 വീക്സിലേക്കൊക്കെ മെഡിസിൻ പിന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 12 വീക്സും കുട്ടിയെ ആശുപത്രിയിൽ ഇടത്തില്ല അല്ലേ. അക്യൂട്ട് സ്റ്റേജ് എല്ലാം മാറിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ 6 വീക്സ് എന്ന് ആദ്യം പറഞ്ഞു, ആ 6 വീക്സ് അക്യൂട്ട് സ്റ്റേജ് മാറിക്കഴിയുമ്പം കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യും വിത്ത് പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ ടു ബി ഫോളോഡ് അറ്റ് ഹോം. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് നഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റി. അവർക്ക് ആഡിക്കേറ്റ് അവയർനെസ് കൊടുക്കണം, എങ്ങനെയാണ് ഡ്രഗ് കഴിക്കേണ്ടത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, പിന്നെ അതുപോലെ തന്നെ ഫോളോ അപ്പ് എപ്പോഴൊക്കെയാണ് വരേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിനകത്ത് ആദ്യം നമുക്ക് നോക്കാം, ദാറ്റ് ഈസ് നേഴ്സിംഗ് കെയർ ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതിനകത്ത് സ്ട്രിക്റ്റ് ഡോക്ടേഴ്സ് ഓർഡർ പലതിനും ഉണ്ടാകും. അതെല്ലാം ക്യാരി ഔട്ട് ചെയ്യണം. റിഗാർഡിങ് ദ മെഡിക്കേഷൻ, റിഗാർഡിങ് ദ ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എല്ലാം. അപ്പോൾ നമുക്ക് അതിനകത്ത് നോക്കാം എന്താണെന്ന്. ജസ്റ്റ് വി വിൽ ഗോ ത്രൂ. ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ, പേരൻസ് ഷുഡ് ബി ഇൻവോൾവ് ഇൻ ചൈൽഡ് കെയർ ആൻഡ്
ഗോൾ സെറ്റിംഗ്, അതായത് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നതിനകത്ത് നമുക്ക് നേഴ്സിംഗ് കെയർ പ്ലാൻ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതിനകത്ത് ഗോൾ സെറ്റ് ചെയ്യുന്നതിനകത്ത് പേരൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ തന്നെ യൂറിൻ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രാവശ്യം കുട്ടിയെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി ഒരു പ്രാവശ്യം യൂറിൻ കളക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 hour യൂറിൻ കിട്ടത്തില്ലല്ലോ. അപ്പോൾ അമ്മയോട് പ്രത്യേകിച്ച് പറയണം, ഏതെങ്കിലും തരത്തിൽ കുട്ടിയുടെ യൂറിൻ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഇപ്പോൾ യൂറിനൽ കാണും. മെയിൽ ചൈൽഡ് ആണെങ്കിൽ യൂറിനൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പാസ് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ ഫീമെയിൽ ചൈൽഡ് ആണെങ്കിലും അതിന് ഇപ്പോൾ ഒരു പക്ഷേ ബെഡ് പാഡിനകത്തൊക്കെ യൂറിൻ മാത്രം പാസ് ചെയ്യുകയാണെങ്കിൽ അത് കളക്ട് ചെയ്തെടുത്ത് അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് അറിയണം. അതിന് വേണ്ടി കളക്ട് ചെയ്ത് വെക്കാൻ പ്രത്യേക കണ്ടെയ്നറും ഒക്കെ കുട്ടിക്ക് കൊടുത്തിരിക്കും. അപ്പോൾ അതിനകത്ത് 24 hour യൂറിൻ ഒരു ഡ്രോപ്പ് പോലും കളയാതെ കളക്ട് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷനും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പേരൻസിനും കൂടെ പറഞ്ഞു കൊടുക്കാം, അല്ലേ? അപ്പോൾ എങ്കിൽ മാത്രമേ അതിനകത്തുനിന്ന് എത്രമാത്രം കുട്ടിക്ക് പ്രോട്ടീൻ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് അറിയാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ടേ ആ നഷ്ടപ്പെടുന്നതിനനുസരിച്ചാണ് ഡോക്ടർക്ക് ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ടു കളക്ട് ദ യൂറിൻ ഓഫ് ദി ചൈൽഡ് ഫോർ 24 hours. അല്ലെങ്കിൽ പോലും യൂറിൻ ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ട് അറിയണം. അതായത് എത്രമാത്രം ഒളിഗൂറിയ കുട്ടിക്കുണ്ടെന്ന് സിംറ്റമറ്റോളജി പഠിച്ചു. അങ്ങനെയാണ് 24 hour എത്ര യൂറിൻ കുട്ടി പാസ് ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രമേ ഫങ്ഷണൽ കപ്പാസിറ്റി ഓഫ് ദി കിഡ്നി അറിയാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെ യു ഹാവ് ടു ഇൻവോൾവ് ദ പേരൻസ് ഇൻ ദ കെയർ ഓഫ് ദി ചൈൽഡ്. അപ്പോൾ അതിൻ്റെ ആവശ്യകത തീർച്ചയായിട്ടും നേഴ്സ് എന്ന് അവരോട് പറഞ്ഞ് ധരിപ്പിക്കണം. എങ്കിൽ മാത്രമേ അവരുടെ ഫുൾ കോപ്പറേഷൻ കിട്ടത്തുള്ളൂ. ദെൻ തന്നെയല്ല, ഈ കുട്ടി വന്നപ്പോഴൊന്നും ഒരുപാട് സിംറ്റം ഒന്നും കാണിക്കണമെന്ന് ചിലപ്പം കാണത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് കുട്ടി കാഴ്ചയിൽ വലിയ പ്രശ്നമില്ല, പെയിനും വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത കണ്ടീഷനാണെന്ന് പേരൻസ് വിചാരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ടേ നമ്മൾ അതിൻ്റെ ആ ഒരു ഡിസീസ് കണ്ടീഷൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പം കുട്ടി ഓടി ചാടി നടക്കുന്ന ഒരു സമയമൊക്കെ ആയിരിക്കും, അതിന് പ്രശ്നമില്ലാത്ത കുട്ടിയായിരിക്കും. നമ്മൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ പോലും പക്ഷേ കുട്ടിക്ക് ബെഡ് റിഡൻ ആകേണ്ട കാര്യം കുട്ടിക്ക് തോന്നത്തില്ല. പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻസ് കുട്ടിയെയും അമ്മയെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ദാറ്റ് ഈസ് പേരൻസ് ഷുഡ് ബി മെയ്ഡ് അവെയർ ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ ഓഫ് ദി ചൈൽഡ് because they may not be aware that the child may be symptom free during the hospitalization. അതായത് കൊണ്ടുവന്നപ്പോൾ ഒരുപക്ഷെ സിംറ്റം ഫ്രീയോ കുറച്ച് സിംറ്റമേ ഉള്ളെങ്കിൽ പോലും അത് എന്തിനാണ് കുട്ടിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തേക്കുന്നതെന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അല്ലേ? പിന്നെ അടുത്തത്, the nurse should monitor the signs of infection and edema. അതായത് ഇപ്പോൾ എവിടെയൊക്കെയാണ് എഡീമ ഉള്ളത്, ജനറലൈസ്ഡ് എഡീമ ഉണ്ടോ, പെരിയോർബിറ്റൽ എഡീമ, ഇപ്പം നമ്മൾ അബ്ഡോമിനൽ ഗർത്ത് ഡെയിലി എടുക്കണമായിരിക്കും അസൈറ്റിസ് നോക്കാൻ വേണ്ടി. അപ്പോൾ ഈ അസസ്മെൻറ്റ് ഓഫ് സൈൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് എഡീമ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്, വിച്ച് ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ് ബൈ ദ നഴ്സ്. സോ വൈറ്റൽ സൈൻസ് ആസ് വെൽ ആസ് ദ ഡെയിലി വെയ്റ്റ് ഓഫ് ദി ചൈൽഡ് ഷുഡ് ബി മോണിറ്റർഡ് എന്നും റെഗുലർലി കുട്ടിയുടെ വെയിറ്റ് എടുക്കണം, വൈറ്റൽ സൈൻസ് എടുക്കണം. കുട്ടിക്ക് ഫീവർ വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു 4th hourly ടെമ്പറേച്ചർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ ഡെയിലി വെയിറ്റ് എടുക്കുക, സെയിം ടൈം വിത്ത് സെയിം ക്ലോത്തിങ്സ് ഒക്കെയാണ് നമ്മൾ പറയാറുള്ളത്, അല്ലേ? സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് വെയിറ്റ് എടുക്കണം സെയിം സമയത്ത്. ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുൻപേ ആണ് എന്നും എടുക്കുന്നതെങ്കിൽ എന്നും അങ്ങനെ തന്നെ എടുക്കണം. അല്ലാതെ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പേയും പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് ശേഷവും അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഓൾട്രേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സെയിം സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിൽ കുട്ടിയുടെ വെയിറ്റ് എന്നും എടുക്കണം. പിന്നെ അസൈറ്റിസ് ഉള്ള കുട്ടിയാണെങ്കിൽ അബ്ഡോമിനൽ ഗർത്ത് എടുക്കണം. പിന്നെ ഫീവർ ഉള്ള കുട്ടിയാണെങ്കിൽ വൈറ്റൽ സൈൻസ് എസ്പെഷ്യലി ടെമ്പറേച്ചർ ചാർട്ട് 4 hourly ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം, ഓക്കെ? പിന്നെ അടുത്തത്, ഡീറ്റെയിൽഡ് മെയിൻ്റനൻസ് ഓഫ് ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ട് ഷുഡ് ബി കെപ്റ്റ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, അത് ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ട്, എത്രമാത്രം വെള്ളം. ഇപ്പോൾ തന്നെയാണെങ്കിലും നമ്മൾ കുട്ടിക്ക് ഒരുപക്ഷെ അമ്മയ്ക്ക് അറിയത്തില്ല, ഒരു ഗ്ലാസ് ഇത്ര ഗ്ലാസ് കുടിച്ചു ചുമ്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് പല കപ്പാസിറ്റിയുടെ ഗ്ലാസ് ഉണ്ട്, 200 ml ഉണ്ട്, 250 ml ഉണ്ട്. അങ്ങനെ വരുന്നതുകൊണ്ട് അമ്മ ചുമ്മാതെ പറയും 2 ഗ്ലാസ് വെള്ളം കുടിച്ചു. അത് ഏത് ഗ്ലാസ് അതിൻ്റെ കണ്ടൻറ്റ് എത്ര ആണെന്നുള്ളത് നമ്മൾ അറിയണം എന്നുള്ളത് അവരെ കൂടെ പറഞ്ഞ് ധരിപ്പിക്കണം. എന്നിട്ട് നമ്മൾ മെഷർമെൻ്റ് ഒക്കെ നോക്കി ഒരു ഗ്ലാസ് കൊണ്ടുപോയി അവർക്ക് കൊടുത്തിട്ട് അതിന് എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചെന്ന് പറഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് ഇൻടേക്കൊക്കെ അറിയാൻ പറ്റൂ. അത് വെള്ളം മാത്രമല്ല, എനിത്തിങ് ദ ചൈൽഡ് ഈസ് ടേക്കൻ ഇൻ ദ ലിക്വിഡ് ഫോം ഷുഡ് ബി മെഷേർഡ്, അല്ലേ? അപ്പോൾ ചിലപ്പോൾ പറയും സിസ്റ്റർ വന്ന് വെള്ളം കുടിച്ചത് നോക്കാനേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ വെള്ളം കുടിച്ചതിൻ്റെ എമൗണ്ട് മാത്രം എഴുതും. ചിലപ്പം ജ്യൂസ് കുടിച്ചിരിക്കും, വേറെ എന്തെങ്കിലുമൊക്കെ വെള്ളം ലിക്വിഡ് ഫോമിൽ കഴിച്ചൊന്നും ചിലപ്പോൾ അവർ പറഞ്ഞില്ലേ. ചായ കുടിച്ചിരിക്കും, കാപ്പി കുടിച്ചിരിക്കും, ഇതെല്ലാം ലിക്വിഡ് ഫോമിലുള്ള ഇൻടേക്കാണ്, അല്ലേ? അപ്പോൾ അതെല്ലാം തന്നെ മെഷർ ചെയ്തിരിക്കണം. അപ്പോൾ അതിനെപ്പറ്റി അവർക്ക് നല്ല ബോധം കൊടുക്കണം, ഓക്കെ?
സോ പിന്നെയുള്ളത് ഡെയിലി യൂറിൻ എക്സാമിനേഷൻ ഓഫ് ആൽബുമിൻ ഈസ് റിക്വയർഡ് ആസ് പെർ ദ അഡ്വൈസ് ഓഫ് ദ ഡോക്ടർ. ചിലപ്പോൾ ഡോക്ടർ പറയും ഏതൊക്കെ ദിവസങ്ങളിൽ യൂറിൻ കളക്ട് ചെയ്യണം, 24 hour യൂറിൻ വേണമെങ്കിൽ അത് കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ തന്നെ യൂറിൻ ഔട്ട്പുട്ട് എന്നും അറിയണം. അതുകൂടാതെ ഏതെങ്കിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി യൂറിൻ കളക്ട് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചും ഇൻസ്ട്രക്ഷൻ കൊടുത്ത് കളക്ട് ചെയ്യണം. അപ്പോൾ അത്രയാണ് കെയർ ഓഫ് ദി ചൈൽഡ് ഇൻ ദ ഹോസ്പിറ്റൽ. പിന്നത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് പ്രിസ്ക്രൈബ്ഡ് മെഡിക്കേഷൻ. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുട്ടിക്ക് നെഫ്രോട്ടിക് സിൻഡ്രോം ഉള്ള കുട്ടിയുടെ ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് സ്റ്റീറോയിഡ് ആണ്. ഇറ്റ് ഈസ് ഇൻ ദ ഓറൽ ഫോം, ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് പ്രെഡ്നിസലോൺ ടാബ്ലറ്റ്. പക്ഷേ ഈ ഡ്രഗിന് ഒത്തിരി സൈഡ് ഇഫക്റ്റ് ഉള്ള ഡ്രഗാണ്. അപ്പം ചിൽഡ്രൻ വിത്ത് നെഫ്രോട്ടിക് സിൻഡ്രോം ആർ മെയിൻലി റിസീവിങ് സ്റ്റീറോയിഡ്സ് ആൻഡ് ഡ്രഗ് വിൽ ബി ഡിസ്കണ്ടിന്യൂഡ് ഓൺലി വെൻ ദ ചൈൽഡ് ഈസ് പ്രോട്ടീൻ ഫ്രീ. പ്രോട്ടീൻ ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിനിൽ കൂടെ പ്രോട്ടീൻ പോകുന്ന ആ ഒരു സിറ്റുവേഷൻ മാറിക്കഴിയുമ്പോൾ മാത്രമേ ഇത് സ്റ്റോപ്പ് ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? ദെൻ ആസ് ദിസ് ഡ്രഗ് ഈസ് has got many side effects, nurse should observe for the side effects such as gastrointestinal upset, bleeding, gastrointestinal ulcers, and അതൊരു അൾസറോജനിക് ഡ്രഗാണ് പ്രെഡ്നിസലോൺ. അപ്പോൾ ഗാസ്ട്രോഇൻറ്റസ്റ്റൈനൽ അൾസർ വരാനും ഇറിറ്റേഷൻ, GI ഇറിറ്റേഷൻ വരാനൊക്കെ സാധ്യത കൂടുതലുണ്ട്. പിന്നെ ഹൈപ്പോഗ്ലൈസീമിയയും കാറ്ററാക്ട് ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷനും ഒക്കെ ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒബ്സർവ് ചെയ്യണം, കണ്ടുപിടിക്കണം. ഇനി അടുത്തത് മെയിൻ്റനൻസ് ഓഫ് ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് ആണ്. അതിനകത്ത് മെയിൻലി നഴ്സസിന് എന്തൊക്കെ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചാൽ, ഫ്ലൂയിഡ് ഇൻടേക്ക് ഇൻ ദ ഫോം ഓഫ് ഓറൽ ഓർ IV ഷുഡ് ബി സ്ട്രിക്ട്ലി മെയിൻറ്റൈൻഡ്. ചിലപ്പം ഡോക്ടർ IV കൊടുക്കാൻ പറയും, അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസിഷൻ ഓഫ് ദി ഡോക്ടർ. പിന്നെ അതല്ലെങ്കിൽ പിന്നെ ഓറൽ ഫ്ലൂയിഡ് ആയിരിക്കും. അപ്പോൾ ഏത് ഫോമിൽ കുട്ടി ഫ്ലൂയിഡ് കഴിച്ചാലും അതെല്ലാം സ്ട്രിക്ട്ലി ഇൻടേക്കിനകത്ത് ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ കുട്ടിയുടെ യൂറിൻ ഔട്ട്പുട്ട്, അതിന് സ്പെഷ്യലി ഈച്ച് ആൻഡ് എവറി ഡ്രോപ്പ് ഓഫ് യൂറിൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഹിയർ. മനസ്സിലായി? അത് കിഡ്നിയുടെ ഫംഗ്ഷനെ അസസ് ചെയ്യാൻ വേണ്ടി നഴ്സസ് കൊടുക്കുന്ന, ഡോക്ടറിനും നഴ്സസിനും ഒക്കെ കിട്ടുന്ന ഒരു ക്ലൂ ആണ് യൂറിൻ ഔട്ട്പുട്ടും ഓറൽ ഇൻടേക്ക് ഓഫ് ഫ്ലൂയിഡും. അപ്പോൾ അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ ചൈൽഡ് ഷുഡ് ബി അസസ്ഡ് ഫോർ വീനസ് സ്റ്റേസിസ്, അസൈറ്റിസ് ആൻഡ് പൾമിനറി എഡീമ. അതായത് കുട്ടിക്ക് എല്ലായിടത്തും എഡീമ ഉണ്ടാകാനുള്ള സാധ്യത ഒരു കുട്ടിയാണല്ലോ. അപ്പോൾ നമ്മൾ ലങ്സ് ടിഷ്യൂവിൽ അത് പോയെങ്കിൽ നമ്മളതിന് പൾമിനറി എഡീമ പറയുന്നത്. അപ്പോൾ കുട്ടി ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ കാണിക്കും. അതല്ല, അസൈറ്റിസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം, ഡെയിലി നമ്മൾ മെഷറിംഗ് ടേപ്പ് വെച്ച് അബ്ഡോമിനൽ ഗർത്ത് എടുക്കുന്നുണ്ട്, അതിന്ന് മനസ്സിലാകും. പിന്നെ വീനസ് സ്റ്റേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ റെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുകയാണ്, കൂടുതൽ ഓടുന്നും ചാടുന്നൊന്നുമില്ല, കുട്ടി എപ്പോഴും ബെഡ്ഡൻ ആണെങ്കിൽ അത് വീനസ് സ്റ്റേസിസും ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്പെഷ്യലി യു ഹാവ് ടു ലുക്ക് ഫോർ. ഓക്കെ, പിന്നെ അത്രയാണ് മെയിൻലി മെയിൻ്റനൻസ് ഓഫ് ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസിലുള്ളത്. പിന്നെയുള്ളത് പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷൻ. ആസ് ദ ചൈൽഡ് ഈസ് ഓൺ സ്റ്റീറോയിഡ് വിച്ച് ഈസ് ആൻ ഇമ്മ്യൂണോ സപ്രസൻറ്റ്, ദ ചൈൽഡ് ഈസ് അറ്റ് റിസ്ക് ഫോർ ഇൻഫെക്ഷൻ. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, ഇമ്മ്യൂണോ സപ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ബോഡിയുടെ ഇമ്മ്യൂൺ മെക്കാനിസത്തിനെ അതായത് ഹാമ്പർ ചെയ്യുന്ന ഏത് ട്രീറ്റ്മെൻറ്റിനെയും നമ്മൾ ഇമ്മ്യൂണോ സപ്രസീവ് ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ ചില രോഗങ്ങൾക്ക് നമ്മൾ ആ ഡ്രഗ് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഇമ്മ്യൂണോ സപ്രസൻ്റ് ആണെന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുട്ടിയുടെ രോഗത്തെ ഭേദമാകാൻ വേണ്ടി ഇങ്ങനെയുള്ള ഡ്രഗ് കൊടുക്കുമ്പോൾ അത് കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി മെക്കാനിസത്തിനെ ഹാമ്പർ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ കുട്ടിക്ക് ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യതയാണ്. അപ്പോൾ ആ കുട്ടിയെ റിവേഴ്സ് ഐസൊലേഷൻ ടെക്നിക്ക് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് രോഗമുണ്ട്, വേറെ ആരിലോട്ടും കുട്ടി പകർത്തുന്നില്ല, പക്ഷേ വേറെ എന്തെങ്കിലും രോഗവുമായിട്ട് വരുന്നവർക്ക് കുട്ടിക്ക് ഇൻഫെക്ഷൻ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം എങ്ങനെ റിവേഴ്സ് ഐസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ നമ്മൾ സോഴ്സ് ഓഫ് ഇൻഫെക്ഷനിൽ നിന്ന് സെപ്പറേറ്റഡ് ആക്കുക. ഇപ്പം നമ്മൾ കോവിഡിനകത്തും അതല്ലേ ചെയ്യുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഇൻഫെക്ഷൻ നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മാസ്ക് ധരിക്കുന്നതും കൈ കഴിയുന്നതും അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതൊക്കെ. കാരണം സസെപ്റ്റബിൾ പേഴ്സൺസിന് മറ്റുള്ളവരിൽ നിന്ന് രോഗം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും കുട്ടിക്ക് സസെപ്റ്റബിൾ ആണ്, അല്ലെങ്കിൽ ഇമ്മ്യൂണോ സപ്രസൻ ഡ്രഗ് എടുക്കുന്ന ഒരു കുട്ടിയാണ്, കുട്ടിക്ക് അതിൻ്റെ ഇമ്മ്യൂൺ മെക്കാനിസം കുറവാണ്, അതുകൊണ്ട് ഏത് രോഗങ്ങളും കയറി പിടിക്കാം. അങ്ങനെയുള്ളപ്പം രോഗവുമായി വരാൻ സാധ്യതയുള്ള ആൾക്കാരെ റെസ്ട്രിക്റ്റ് ചെയ്യുക. അപ്പോൾ കുട്ടിയെ ഐസൊലേറ്റ് ചെയ്യുക മറ്റുള്ള ഇൻഫെക്ഷൻ ഉള്ളവരിൽ നിന്ന്. അല്ലേ, നമ്മൾ കമ്മ്യൂണിക്കൽ ഡിസീസിലൊക്കെ പഠിക്കുന്നത് അങ്ങനെയല്ല. ദാറ്റ് ഈസ് നമുക്ക് രോഗമുള്ള ആൾ മറ്റുള്ളവർക്ക് രോഗം പകരുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ പറയുന്നത്. അതിന് ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ചിക്കൻ ബോക്സ് ഉള്ള ഒരാളിനെ മാറ്റി പാർപ്പിക്കുന്നത് എന്തിനാ? അതായത് ഈ ചിക്കൻ ബോക്സ് അണുക്കളൊന്നും മറ്റാൾക്കും വരരുത്, അതിനു വേണ്ടി. മനസ്സിലായോ? അപ്പോൾ അതുപോലെ തന്നെയാണ്. അതേസമയം നമ്മൾ റിവേഴ്സ് ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ അതല്ല, ഈ രോഗം വരാൻ സാധ്യതയുള്ളവരെ മറ്റുള്ള സമൂഹത്തിൽ നിന്ന് മാറ്റി താമസിപ്പിക്കുക. അതാണ് നമ്മൾ റിവേഴ്സ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇമ്മ്യൂണോ സപ്രസീവ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന കുട്ടിക്ക് സസെപ്റ്റബിലിറ്റി ടു ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ട് കുട്ടിയെ റിവേഴ്സ് ഐസൊലേഷൻ ടെക്നിക്കിൽ
നേഴ്സസ് റിവേഴ്സ് ഐസൊലേഷൻ ടെക്നിക്ക് ഉപയോഗിക്കണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ തന്നെയാണെങ്കിൽ ആരെങ്കിലും ഇൻഫെക്ഷന് സാധ്യതയുള്ള ആൾക്കാരൊന്നും വിസിറ്റ് ചെയ്യാൻ അലവ് ചെയ്യാൻ പാടില്ല. ദാറ്റ് ഈസ് വിസിറ്റേഴ്സ് എസ്പെഷ്യലി ദോസ് വിത്ത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ, കോമൺ കോൾഡ്, ഇൻഫ്ലുവൻസ എക്സെട്ര ഷുഡ് ബി സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. അല്ലേ, അതൊരു റിവേഴ്സ് ഐസൊലേഷൻ ടെക്നിക്കാണെന്ന് നമുക്ക് പറയാം. പിന്നെ then monitor vital signs to detect early sign of infection. ഏർലി സൈൻ ഓഫ് ഇൻഫെക്ഷൻ ഇപ്പോൾ തന്നെ നമ്മൾ 4th hourly ടെമ്പറേച്ചർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് എന്തിനാ? കാരണം ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് റൈസ് ഇൻ ടെമ്പറേച്ചർ നിന്ന് തന്നെ നമുക്ക് കുട്ടിക്ക് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ തന്നെ ഡോക്ടറിന് വേണ്ട പ്രിക്കോഷനും മെഷറോ ട്രീറ്റ്മെൻറ്റോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിലും സ്ട്രിക്റ്റ് അസെപ്റ്റിക് ടെക്നിക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലേ, നമ്മളുടെ ഇപ്പോൾ ഹാൻഡ് വാഷിങ് അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് മറ്റുള്ള രോഗിക്ക് കൊടുക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ പരിഗണന ഒരു നെഫ്രോട്ടിക് സിൻഡ്രോം ഉള്ള കുട്ടിക്ക് കൊടുക്കണം, ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി. കാരണം ആ കുട്ടി സസെപ്റ്റബിൾ പേഴ്സൺ ആണ്. അതുകൊണ്ടാണ് പറയുന്നത് നഴ്സ് ഷുഡ് സ്ട്രിക്ട്ലി അപ്ലൈ സ്ട്രിക്റ്റ് അസെപ്റ്റിക് ടെക്നിക് ഡ്യൂറിങ് ഓൾ ഇൻവേസീവ് പ്രൊസീഡിയേഴ്സ്. ഏത് ഇൻവേസീവ് പ്രൊസീഡിയേഴ്സ്, അല്ലെങ്കിൽ NGT ഇടണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വൂണ്ട് ഉണ്ടായിരിക്കുക, അത് ഡ്രസ്സ് ചെയ്യണം, ഇങ്ങനെയുള്ള എന്ത് കാര്യത്തിനാണെങ്കിലും സ്ട്രിക്റ്റ് അസെപ്റ്റിക് ടെക്നിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യണം. അപ്പോൾ അത്രയാണ് നമ്മൾ ഹൗ ടു പ്രിവെൻറ്റ് ഇൻഫെക്ഷൻ എന്നുള്ളത്. പിന്നെ പ്രൊമോഷൻ ഓഫ് റെസ്റ്റ് ആണ്. അപ്പോൾ ഈ കുട്ടി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അതിൻ്റെ ഏജ് ഗ്രൂപ്പ് നോക്കുക. കുട്ടിക്ക് പ്ലേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് നമുക്കറിയാം. കുട്ടികളെങ്ങും അടങ്ങിയിരിക്കുന്ന ആൾക്കാരല്ല, മറ്റുള്ള കൂട്ടുകാരുടെ കൂടെ അല്ലാതെയൊക്കെ പ്ലേ എന്ന് പറയുന്നത് അവരുടെ ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഭാഗമാണ്. അങ്ങനെയൊക്കെ നമുക്കറിയാം. എങ്കിൽ പോലും ചില രോഗമുള്ള ചില കണ്ടീഷൻസിന് കുട്ടിക്ക് റെസ്റ്റ് വേണം. അങ്ങനെ റെസ്റ്റ് അഡ്വൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് തീർച്ചയായിട്ടും അഡിക്വേറ്റ് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം നഴ്സസിൻ്റേതാണ്. അതിനകത്ത് കുട്ടിയോടും പറഞ്ഞ് മനസ്സിലാക്കണം. പക്ഷേ കുട്ടിക്ക് ആ പ്രായത്തിനനുസരിച്ച് നമുക്ക് മനസ്സിലാവും, പറഞ്ഞാലേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും പേരൻസിന് അതിൻ്റെ അവയർനെസ്സും അതിൻ്റെ നെസസിറ്റിയും, എന്തിനാണ് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്താണ് അതിന് കാരണം എന്ന് അവരെ പറഞ്ഞ് ധരിപ്പിച്ചാൽ അവർ കുറേ കൂടെ സീരിയസ്നെസ്സോടെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം പ്രൊവൈഡ് അഡിക്വേറ്റ് റെസ്റ്റ് ടു ദ ചൈൽഡ്, ലിമിറ്റ് ആക്റ്റീവ് പ്ലേ ഡ്യൂറിങ് അക്യൂട്ട് സ്റ്റേജ്. കുട്ടി അക്യൂട്ട് സ്റ്റേജിലാണെങ്കിൽ ഒരുപാട് ആക്റ്റീവ് പ്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യണം. പിന്നെ പാസീവ് പ്ലേ ക്യാൻ ബി അലൗഡ് ടു ദ ചൈൽഡ് അക്കോർഡിംഗ് ടു ദ ടോളറൻസ് പവർ. അതായത് കുട്ടിയുടെ ടോളറൻസ് പവർ അനുസരിച്ച് പാസീവ് പ്ലേ ഒക്കെ, അതായത് ഇപ്പോൾ ഇൻഡോർ ആയിട്ടിരുന്ന് കുട്ടി എന്തെങ്കിലും ഇൻഡോർ ഗെയിംസ് ഒക്കെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ക്യാരംസ് കളിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പം ബിൽഡിംഗ് ബ്ലോക്കോ അങ്ങനെയൊക്കെ കൊണ്ട് കൊടുത്താൽ അത് വെച്ചൊക്കെ കുട്ടികൾ കളിക്കത്തില്ലേ. അല്ലെങ്കിൽ കാർട്ടൂൺ കാണുക, TV കാർട്ടൂൺ ഉണ്ട്, അത് കണ്ടുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ കുട്ടികൾക്ക് പടം വരയ്ക്കാനോ അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള ബാലരം പോലുള്ള പുസ്തകമൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ അത് വായിച്ചുകൊണ്ടിരിക്കുക. അതിനകത്ത് ഒത്തിരി ടാസ്കുകൾ ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ കൊടുക്കുക. അതല്ലെങ്കിൽ കഥാപുസ്തകങ്ങൾ കൊണ്ട് കൊടുക്കുക, വായിക്കാൻ പറ്റുന്നതാണെങ്കിൽ. അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള കുട്ടിയുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി കുട്ടിയെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി നഴ്സസിന് പറ്റുന്നതാണ്. ഇപ്പം പേരൻസിനോട് ചോദിക്കാം, അല്ലെങ്കിൽ കുട്ടിയോട് തന്നെ ചോദിക്കാം, കുട്ടിക്ക് ഡൈവേഴ്സണൽ ആക്ടിവിറ്റിക്കോ അല്ലെങ്കിൽ ടു ഗെറ്റ് എൻഗേജ്ഡ് ഇൻ സംതിങ്. അതല്ലെങ്കിൽ നമ്മൾ TV ഒക്കെ ഉള്ള റൂമാണെങ്കിൽ കുട്ടിക്ക് കാർട്ടൂൺ ഒക്കെ കാണാൻ ഇഷ്ടമുള്ള കുട്ടികളൊക്കെ കാണും. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യിക്കാം. ഔട്ട്ഡോർ പ്ലേ അങ്ങനെയുള്ള ഒത്തിരി ആക്റ്റീവായിട്ടുള്ള പ്ലേയിൽ നിന്ന് കുട്ടിയെ വിട്ട് നിർത്താൻ നോക്കണം. ഓക്കെ, പിന്നെ പ്രൊവൈഡ് എ പീരീഡ് ഓഫ് റെസ്റ്റ് ആഫ്റ്റർ ആക്ടിവിറ്റീസ്. അതായത് എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യം ചെയ്യുന്ന വെച്ചാൽ നടക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടിയാണ്. ഒത്തിരി കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ചൊക്കെ നടക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുട്ടിക്ക് കുറച്ച് സമയത്തേക്ക് റെസ്റ്റ് എടുക്കാൻ അലവ് ചെയ്യണം. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കണ്ടീഷൻ ഓഫ് ദി പേഷ്യൻറ്റ്. മനസ്സിലായോ? അക്യൂട്ട് സ്റ്റേജിലുള്ള കുട്ടിയാണോ അല്ലാത്ത കുട്ടിയാണോ നോക്കി വേണം ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ചെയ്യാനും റെസ്റ്റ് പ്രൊമോട്ട് ചെയ്യാനും. പിന്നെ പ്രൊവിഷൻ ഓഫ് ഇമോഷണൽ സപ്പോർട്ട്, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുട്ടി അക്യൂട്ട് സ്റ്റേജിലാണ്. കുട്ടിയുടെ അപ്പിയറൻസിൽ നിന്ന് തന്നെ ആ കുട്ടിക്ക് ഒരു ബോഡി ഇമേജിനകത്ത് പ്രത്യേകത. നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ ഒരു കുട്ടിയുടെ പടം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കണ്ടില്ലേ, അതിൻ്റെ ഫേസും ഒക്കെ വല്ലാതെ വീർത്തിരിക്കുന്ന കാണുമ്പോൾ തന്നെ കുട്ടിക്ക് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാനൊക്കെ ഒരു ഇതായിരിക്കും. എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുന്നത് മറ്റുള്ളവർ കണ്ടാൽ എന്ത് തോന്നും, എൻ്റെ നല്ല മുഖം നഷ്ടപ്പെട്ടു പോയി, അങ്ങനെയൊക്കെയുള്ള ചില ഇമോഷണൽ കാര്യങ്ങളൊക്കെ കുട്ടികൾക്കും ഉണ്ടാകാം. പിന്നെ പേരൻസിന് തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് ഇമോഷണൽ സപ്പോർട്ട് വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം പേരൻസ് ഷുഡ് ബി മെയ്ഡ് അവെയർ ഓഫ് ദി ഡിസീസ് ആൻഡ് ഇറ്റ്സ് ട്രീറ്റ്മെൻറ്റ്. പിന്നെ അലോ ദ ചൈൽഡ് ആൻഡ് പേരൻസ് ടു എക്സ്പ്രസ് ദർ ഫീലിങ്സ്. പിന്നെ ഡ്യൂ ഇമ്പോർട്ടൻസ് അതായത് റാപ്പിഡ് വെയ്റ്റ് ഗെയിൻ ആൻഡ് ഡിസ്റ്റർബ്ഡ് ബോഡി ഇമേജ്
അതായത് ഡ്യൂ ടു റാപ്പിഡ് വെയിറ്റ് ഗെയിൻ ആൻഡ് ഡിസ്റ്റർബ് ബോഡി the child may manifest some behavior changes. അതായത് പെട്ടെന്ന് ദേഹമൊക്കെ വീർത്തുമ്പോൾ എന്താ നീര് വന്ന് വീങ്ങുന്നതുകൊണ്ട് മുഖത്തൊക്കെ അബ്നോർമൽ ഷേപ്പ് വരുന്നതുകൊണ്ട് കുട്ടിക്ക് ബോഡി ഇമേജ് അബ്നോർമലായി പോയി എന്നുള്ളൊരു തോന്നലും അതിൻ്റേതായ ചില ഇമോഷണൽ മാനിഫെസ്റ്റേഷനൊക്കെ കുട്ടി കാണിക്കാം. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കുട്ടിയെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പോൾ മരുന്നെടുത്തുകൊണ്ടിരിക്കുകയല്ലേ, ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയല്ലേ, രോഗം ഭേദമാകുന്നതുകൊണ്ട് ഈ അപ്പിയറൻസൊക്കെ മാറി പഴയതുപോലെ ആകും എന്നുള്ള കാര്യം കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. ആൻഡ് ഓൾസോ doctor may be also having a role, and also the team members may be having a role. Nurse also has got her own role. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ MD പ്രോമിസ് ഒന്നും കൊടുക്കാതെ തന്നെ ശരിക്കും ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ഈ പറയുന്ന എഡിമയൊക്കെ മാറി ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് കുട്ടി പഴയതുപോലെ ആയിത്തീരും എന്നുള്ള ഒരു ഹോപ്പ് അവർക്ക് കൊടുക്കാം. ഓക്കെ. പിന്നെ എൻഹാൻസ് ദ ബോഡി ഇമേജ് ഓഫ് ദി ചൈൽഡ് ബൈ എൻകറേജിങ് ദ ചൈൽഡ് ടു വെയർ ദ ക്ലോത്ത്സ് റാദർ ദാൻ ഹോസ്പിറ്റൽ ഡ്രസ്സ്. അതായത് കുട്ടിയുടെ മനസ്സമാധാനത്തിന് വേണ്ടി കുട്ടിയോട് ഹോസ്പിറ്റൽ ഡ്രസ്സൊക്കെ ധരിക്കാതെ ഓൺ ഡ്രസ്സ് ധരിക്കുക. ഇപ്പോൾ ലൂസായിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ ഈ അവിടെ ഇവിടെയൊക്കെ ദേഹം വീർത്തിരിക്കുന്നതൊക്കെ മറ്റുള്ളവർ കാണുന്നില്ല എന്നുള്ളൊരു തോന്നൽ കുട്ടിക്ക് തന്നെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു എക്സ്റ്റെൻറ്റ് വരെ കുട്ടിക്ക് ഓൺ ഡ്രസ്സ് ഉപയോഗിക്കാൻ നമുക്ക് ഒരു ചാൻസ് കുട്ടിക്ക് കൊടുക്കാം. ഓക്കെ. അത് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ മാത്രമാണ് കുട്ടിയുടെ ഈ ബോഡിയിലുണ്ടാകുന്ന അബ്നോർമൽ വെയിറ്റ് ഗെയിനും എഡിമയും ഒക്കെ എക്സ്റ്റേണലി മറ്റുള്ളവർ കണ്ട് മാനിഫെസ്റ്റഡ് ആകാതിരിക്കാൻ വേണ്ടി. ഓക്കെ. അപ്പോൾ അതാണ് എൻഹാൻസിങ് ദ body image of the child by encouraging the child to wear the own clothes. Okay. പിന്നെ ഇനിയുള്ളത് ഡിസ്ചാർജ് പ്ലാനിങ് ആൻഡ് ഹോം കെയർ ടീച്ചിങ്. അതായത് പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ ലോങ് ഡ്യൂറേഷൻ ട്രീറ്റ്മെൻറ്റാണ് പറഞ്ഞു. ആദ്യമേ 6 ആഴ്ച എന്ന് പറഞ്ഞു. 6 ആഴ്ച എന്ന് പറയുമ്പോൾ 1.5 മാസം ഉണ്ടല്ലേ. അക്യൂട്ട് ഡിസീസുമായിട്ട് വരുന്ന കുട്ടിക്ക് പ്രെഡ്നിസലോൺ തെറാപ്പി 6 വീക്സാണ് കൊടുക്കുന്നത്, 1.5 മാസം. അപ്പോൾ അത്രയും നാൾ ചിലപ്പം ഹോസ്പിറ്റലിൽ കഴിയാനൊന്നുമില്ല. അക്യൂട്ട് സ്റ്റേജ് അങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേക്ക് ഒരു 1-2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഡോക്ടർ ചിലപ്പോൾ അങ്ങ് ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിൽ പോയി മെഡിസിൻ കഴിക്കാൻ പറയും. അതുപോലെ തന്നെ വീണ്ടും റെക്കറൻസുമായിട്ട് കുട്ടി വരുമ്പോഴും വീണ്ടും ഒരു ട്രീറ്റ്മെൻറ്റ് അവർ പറഞ്ഞു. അതിനകത്ത് അവർ പറഞ്ഞേക്കുന്നത് കൂടുതൽ ഡ്യൂറേഷനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും കുട്ടി അത്രയും നാൾ ഒരുപക്ഷെ ഹോസ്പിറ്റലിൽ കിടത്തി ഡോക്ടർ ചികിത്സിക്കത്തില്ല. അക്യൂട്ട് സ്റ്റേജ് അങ്ങ് പാസ് ചെയ്യുമ്പോഴത്തേക്ക് ദ ചൈൽഡ് വിൽ ബി ഡിസ്ചാർജ് ആൻഡ് ഹി ക്യാൻ ടേക്ക് മെഡിസിൻ അറ്റ് ഹോം അണ്ടർ സ്ട്രിക്റ്റ് പ്രിക്കോഷൻസ് ആൻഡ് ഹി ക്യാൻ കം ഫോർ ഫോളോ അപ്പ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് അഡ്വൈസ് ഇവർക്ക് കൊടുത്ത് വേണം ഡിസ്ചാർജ് ചെയ്യാനും ഒക്കെ. അപ്പോൾ അതാണ് പറഞ്ഞത്, എക്സ്പ്ലെയിൻ ദ പേരൻസ് അബൌട്ട് ദ ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം, ഫോളോ അപ്പ് ആൻഡ് റിസ്ക് ഓഫ് റിലാപ്സ്. മനസ്സിലായോ? അതായത് പ്രോപ്പർലി മെഡിസിൻ ഒന്നും കഴിച്ചില്ലെങ്കിൽ വീണ്ടും റിലാപ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വീട്ടിൽ പോയാലും ഡോക്ടർ പറയുന്ന പോലെ തന്നെ മെഡിസിൻ കഴിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ അവെയർ ആക്കണം. പിന്നെ എൻകറേജ് ദ പേരൻസ് ടു ചെക്ക് ദ ചൈൽഡ്സ് വെയ്റ്റ് വീക്ക്ലി ഇൻ ഓർഡർ ടു ഐഡൻറ്റിഫൈ എയർലി ഫ്ലൂയിഡ് റിറ്റൻഷൻ. അതായത് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു വെയിങ് മെഷീൻ ചെറിയത് വാങ്ങിക്കുക. അതായത് കുട്ടിയെ കയറ്റി നിർത്തി കഴിഞ്ഞാൽ വെയിറ്റ് അറിയാൻ പറ്റും. അപ്പോൾ അവർക്കും വെയിറ്റ് വൺസിനെ വീക്ക് ചെക്ക് ചെയ്ത് ഒരുപാട് കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ അത് ഡോക്ടറോട് ഇൻഫോം ചെയ്യുകയും ആശുപത്രി ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ടെൽ ഹിം ടു കോൺടാക്ട് ഡോക്ടർ ഇഫ് എനി അൺയൂഷ്വൽ സിംറ്റംസ് അപ്പിയർ. സാധാരണയിൽ നിന്ന് അൺയൂഷ്വലായിട്ട് എന്തെങ്കിലും ഒരു സിംറ്റം കുട്ടിക്ക് ഉണ്ടാകും. ഇപ്പോൾ പെരിയ ഓർബിറ്റൽ എഡിമ വീണ്ടും വന്നതായിട്ട് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഡോക്ടറിനെ കോൺടാക്ട് ചെയ്യാം, OPD വന്ന് ഡോക്ടറിനെ കാണാം. പിന്നെ എക്സ്പ്ലെയിൻ അബൌട്ട് ദ മെഡിക്കേഷൻ ടു ബി കണ്ടിന്യൂഡ് അറ്റ് ഹോം ആൻഡ് ദെയർ സൈഡ് ഇഫക്റ്റ്. അതായത് കുട്ടിക്ക് ഒരു GI ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ സോഡിയം റിട്ടൻഷൻ അതിൻ്റെ ഭാഗമായിട്ട് എഡിമ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ സ്റ്റൂളൊക്കെ ബ്ലാക്ക് കളേർഡാണ് സ്റ്റൂൾ, അങ്ങനെയാണെങ്കിൽ GI ബ്ലീഡിങ് ഉണ്ടെന്നൊക്കെ അർത്ഥം. അപ്പോൾ അതൊക്കെ ഒബ്സർവ് ചെയ്യാനും ഒക്കെ പേരൻസിനോട് പറഞ്ഞു വിടാം. ഓക്കെ. പിന്നെ ലോങ് ടേം തെറാപ്പി വിത്ത് കോർട്ടിക്കോസ്റ്റെറോയിഡ് മേ കോസ് കാറ്ററാക്ട് ആസ് എ സൈഡ് ഇഫക്റ്റ്. സോ അഡ്വൈസ് ദ പേരൻസ് ടു ഗെറ്റ് ഐ ചെക്കപ്പ് ഡ്യൂറിങ് സച്ച് സിറ്റുവേഷൻസ്. മനസ്സിലായോ? ഐ കോണ്ടാക്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഐ ചെക്കപ്പ് നടത്തണം. കാരണം ചൈൽഡ് ലോങ് ടേം പ്രെഗ്നൻസിലോൺ ട്രീറ്റ്മെൻറ്റില്ല. അത് അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റാണ് കാറ്ററാക്ട് ഫോർമേഷൻ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഐ ചെക്കപ്പിന് പോകാം. പിന്നെ ഡയറ്ററി മോഡിഫിക്കേഷൻ ഷുഡ് ബി എക്സ്പ്ലെയിൻ ടു ദ പേരൻസ്. ദറ്റ് ഈസ് അഡ്വൈസ് ദം ടു റെഡ്യൂസ് സോഡിയം ഇൻടേക്ക് ടു 1.2 gram ഡെയിലി. അതായത് കുട്ടിക്ക് വാട്ടർ റിറ്റൈനിങ് അയോണാണ് സോഡിയം. ഓൾറെഡി എഡിമയുള്ള കുട്ടിയാണ്. അങ്ങനെയുള്ളപ്പം ഉപ്പ് ഉപയോഗിക്കുന്നതിനകത്ത് റെസ്ട്രിക്ഷൻ വേണം. 1.2 gram എന്നുള്ളത് കൂടുതൽ ഉപ്പ് ഉപയോഗിക്കാൻ പാടില്ല. മനസ്സിലായോ? പിന്നെ ഫുഡ് ഹൈ ഇൻ സോഡിയം സച്ച് ആസ് സോൾട്ട്, പിക്കിൾസ്, ദെൻ ക്യാൻഡ് ഫുഡ്, സൂപ്പ് ആൻഡ് വെജിറ്റബിൾസ്, ഫാസ്റ്റ് ഫുഡ്, സോയ സോസ്, കെച്ചപ്പ് ആൻഡ് സാലഡ്, ഡ്രൈഡ് മീറ്റ് ആൻഡ് ഫിഷ് ഷുഡ് ബി അവോയ്ഡഡ്.
ഇത്രയും കാര്യങ്ങളിനകത്ത് ഉപ്പ് ഉപയോഗിക്കുന്നതാണ്. കാരണം നമ്മളിപ്പോൾ ഉണക്കമീൻ അല്ലെങ്കിൽ ഉണങ്ങിയ ഇറച്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളെങ്ങനെയാണ് പ്രിസർവ് ചെയ്യുന്നത്? പിക്കിള്, അതിനകത്തൊക്കെ ഒരുപാട് ഉപ്പുള്ള സാധനങ്ങളാണ്. അതുപോലെ പപ്പടം, ഇതിനകത്തൊക്കെ ഉപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണം. പിന്നെ ചില ഫുഡ്, പ്രത്യേകിച്ച് ക്യാൻഡ് ഫുഡ്, ക്യാൻഡ് സൂപ്പ്, അങ്ങനെയുള്ള ക്യാനും ഫാസ്റ്റ് ഫുഡ്, സോയ സോസ്, കെച്ചപ്പ്, ഇങ്ങനെയൊക്കെ പ്രിസർവേറ്റീവ് ഒരുപാട് ആഡ് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ്. അതിനകത്തൊക്കെ സോൾട്ട് സാധാരണ കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫുഡൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യണം. പിന്നെ ചൈൽഡ് ക്യാൻ ഈറ്റ് മോഡറേറ്റ്, പക്ഷേ എന്നും അങ്ങനെ വെജിറ്റേറിയൻ ഫുഡ് വേണം ഒത്തിരി റെസ്ട്രിക്ഷൻ കഴിഞ്ഞാൽ കുറച്ച് ഒരു എക്സ്റ്റെൻറ്റ് വരെ കുട്ടിക്ക് മീറ്റ് ഉപയോഗിക്കാം. പക്ഷേ അത് റെഡ് മീറ്റ് ഒന്നും ആവരുത്. പകരം ലീൻ മീറ്റ്, ചിക്കൻ ഒരു എക്സ്റ്റെൻറ്റ് വരെ കുട്ടിക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫിഷ് ഉപയോഗിക്കാം. മനസ്സിലായോ? അപ്പോൾ അത് പറഞ്ഞു കൊടുക്കണം. ദാറ്റ് ഈസ് ചൈൽഡ് ക്യാൻ ഈറ്റ് മോഡറേറ്റ് എമൗണ്ട് ഓഫ് ഹൈ പ്രോട്ടീൻ ആനിമൽ ഫുഡ്, പ്രിഫറബിളി ലീൻ മീറ്റ് ആൻഡ് ഫിഷ്. കാരണം നമ്മൾ പ്രോട്ടീൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിൽ ഹൈ പ്രോട്ടീൻ ഡയറ്റ് കൊടുക്കണമെന്ന് കുറച്ച് മുമ്പ് ഒന്ന് പറഞ്ഞായിരുന്നു. ആ ഹൈ പ്രോട്ടീനകത്ത് മെയിൻലി ഇൻക്ലൂഡ് ചെയ്യാവുന്നത് ലീൻ മീറ്റ്, അതായത് ചിക്കൻ ഇൻക്ലൂഡ് ചെയ്യാം, അതുപോലെ തന്നെ ഫിഷ് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അതാണ്. പിന്നെ ആസ്ക് ദം ടു അവോയ്ഡ് സാച്ചുറേറ്റഡ് ഫാറ്റ് സച്ച് ആസ് ബട്ടർ, ചീസ്, ഫ്രൈഡ് ഫുഡ്, ഫാറ്റി റെഡ് മീറ്റ്, എഗ് യോക്ക്, and increase the intake of unsaturated oil such as olive oil, peanut butter and nuts. മനസ്സിലായോ? സാച്ചുറേറ്റഡ് ഫാറ്റൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് ഏതിനകത്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനിമൽ ഫാറ്റ് എല്ലാം സാച്ചുറേറ്റഡ് ആണ്. കൂടുതൽ ബട്ടർ, ചീസ്, ഫ്രൈഡ് ഫുഡ്, ഫാറ്റി റെഡ് മീറ്റ്, എഗ് യോക്ക്, ഇതിനകത്തെല്ലാം തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സാണ് ഉള്ളത്. അതിന് പകരം അൺസാച്ചുറേറ്റഡ് ഫാറ്റി ഓയിലുള്ള ഐറ്റംസ് ആണ് ഒലിവ് ഓയിൽ, പീനട്ട് ബട്ടർ ആൻഡ് നട്ട്സ് എക്സെട്ര. അത് കുട്ടിക്ക് കൊടുക്കാം. നട്ട്സ് എന്ന് പറയുമ്പോൾ കപ്പലണ്ടി, പറങ്ങണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ കുട്ടിക്ക് പീനട്ട് ബട്ടർ, അത് റെഡിലി അവൈലബിൾ ആണല്ലോ. പിന്നെ ഒലിവ് ഓയിൽ, ഇത്രയും കാര്യങ്ങൾ കുട്ടിക്ക് അലോ ചെയ്യാം. പിന്നെ ഇൻക്രീസ് ദ ഇൻടേക്ക് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ, ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫോർ എക്സാമ്പിൾ പേരയ്ക്ക, ആപ്പിൾ, അങ്ങനെയുള്ള ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കുട്ടിക്ക് എൻകറേജ് ചെയ്യാം. മനസ്സിലായോ? പിന്നെ മോണിറ്റർ ഫ്ലൂയിഡ് ഇൻടേക്ക് which include all fluids and food that are in liquid form at room temperature. അതായത് ലിക്വിഡ് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വെള്ളം മാത്രമല്ല കണക്കാക്കേണ്ടത്, ലിക്വിഡ് ഫോമിൽ കുട്ടി എടുക്കുന്ന എല്ലാത്തിനും നമ്മൾ ഫ്ലൂയിഡ് എന്ന് പറയും. ഫ്ലൂയിഡ്, അതുകൊണ്ട് എത്രമാത്രം ഫ്ലൂയിഡ് കുട്ടി എടുക്കുന്നു എന്നുള്ളത് മോണിറ്റർ ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ, അതായത് നേഴ്സിംഗ് മാനേജ്മെൻറ്റിലെ ഏറ്റവും അവസാനത്തെ ഭാഗമായിട്ടുള്ള ഡിസ്ചാർജ് പ്ലാനിങ് ആൻഡ് ഹോം കെയർ ടീച്ചിങ്. മനസ്സിലായല്ലോ? അപ്പോൾ കുട്ടിക്ക് അക്യൂട്ട് സ്റ്റേജ് കഴിഞ്ഞ് നമ്മളങ്ങ് വീട്ടിൽ പറഞ്ഞു വിടുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരെ മനസ്സിലാക്കി, അറിയാത്ത കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് ചോദിച്ച് അവരുടെ സംശയം എല്ലാം ക്ലിയർ ചെയ്തിട്ട് കുട്ടിയെ വീട്ടിൽ വിടാവുള്ളൂ. ഓക്കെ, പിന്നെ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഫോളോ അപ്പ് ചെയ്യാനും പറയണം. അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദ അഡ്വൈസ് ഓഫ് ദ ഡോക്ടർ ദേ ക്യാൻ കം ടു ദ ഹോസ്പിറ്റൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മാനേജ്മെൻറ്റ്. ഇനി നമ്മൾ ഇതിനകത്ത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ മാനേജ്മെൻറ്റ്, മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് മാനേജ്മെൻറ്റ് കഴിഞ്ഞു. ഇനി യു ഷുഡ് നോ അബൌട്ട് വാട്ട് ആർ ദ കോംപ്ലിക്കേഷൻ നെഫ്രോട്ടിക് സിൻഡ്രോം ക്യാൻ കോസ് ഇൻ ചിൽഡ്രൻ. അതായത് അക്യൂട്ട് റീനൽ ഫെയിലിയർ ഉണ്ടാകാം, റീനൽ വെയിൻ ത്രോംബോസിസ് വരുത്താം, പിന്നെ അതെറോസ്ക്ലെറോസിസ് ആൻഡ് റിലേറ്റഡ് ഹാർട്ട് ഡിസീസ് ഉണ്ടാകാം, പിന്നെ ക്രോണിക് കിഡ്നി ഡിസീസ് ഉണ്ടാക്കാം, പിന്നെ കൺജസ്റ്റീവ് കാർഡിയക് ഫെയിലിയർ, ഫ്ലൂയിഡ് ഓവർലോഡ് ആൻഡ് പൾമിനറി എഡീമ. ഇതൊക്കെ അക്യൂട്ട് കണ്ടീഷനാണ്. മറ്റേതൊക്കെ ലോങ് ടേം ആണ്. ഇപ്പോൾ ക്രോണിക് റീനൽ ഡിസീസ് എന്നൊക്കെ പറയുമ്പോൾ ഇത് വെൽ കൺട്രോൾഡ് ആകുന്നില്ല, വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് റെക്കറൻസ് വരുന്നു. അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് ഈ പറയുന്ന ക്രോണിക് കിഡ്നി ഡിസീസ് ഉണ്ടാകാം. മനസ്സിലായോ? അതെറോസ്ക്ലെറോസിസും ലോങ് ടേം ആയിട്ട് ഉണ്ടാകാവുന്ന ഒരു കണ്ടീഷനാണ്, പെട്ടെന്ന് ഉണ്ടാകുന്നതല്ല. അതേസമയം ഈ പറഞ്ഞ കൺജസ്റ്റീവ് കാർഡിയക് ഫെയിലിയർ, ഫ്ലൂയിഡ് ഓവർലോഡ് ആൻഡ് പൾമിനറി എഡീമ എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ പെട്ടെന്ന് ഷോർട്ട് ടൈം ആയിട്ട് ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷനാണ്. ഓക്കെ, പിന്നെ ഇൻഫെക്ഷൻസ് ഇൻക്ലൂഡിങ് ന്യൂമോകോക്കൽ ന്യൂമോണിയ, അതും പെട്ടെന്ന് ഇഗ്നറൻസ് കൊണ്ട് പ്രോപ്പർലി ഇപ്പോൾ സസെപ്റ്റബിലിറ്റി ടു ഇൻഫെക്ഷൻ കൂടുതലാണ് ഈ കുട്ടികൾക്കെന്ന് പറഞ്ഞു. അത് പ്രിക്കോഷൻ എടുക്കാതെ വരുന്ന കുട്ടിക്ക് ചിലപ്പോൾ ഒരു അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയിരിക്കും ആദ്യം വരുന്നത്, കോമൺ കോൾഡോ വല്ലതും വന്ന് പിന്നെ അത് ബ്രോങ്കൈറ്റിസ് ആയി, പിന്നെ അത് ന്യൂമോണിയ ആയി, അങ്ങനെ അങ്ങ് പോകും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അത് ഒരു കോംപ്ലിക്കേഷനായിട്ട് വരും. അതല്ലാതെ ലോങ് ടൈം കോംപ്ലിക്കേഷൻസിലേക്ക് ക്രോണിക് കിഡ്നി ഡിസീസ്, അതെറോസ്ക്ലെറോസിസ്, അക്യൂട്ട് റീനൽ ഫെയിലിയർ ആൻഡ് റീനൽ വെയിൻ ത്രോംബോസിസ്, ഇതൊക്കെ ഉണ്ടാകാം. എനിവേ, ഇതാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻ. പിന്നെ പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ദ പ്രോഗ്നോസിസ് ഓഫ് നെഫ്രോട്ടിക് സിൻഡ്രോം വേരീസ് ആസ് ഇറ്റ് അപ്പിയർ ആസ് അക്യൂട്ട്, ഷോർട്ട് ടേം ആൻഡ് ക്രോണിക്. അതായത് ചിലപ്പം അക്യൂട്ടായിട്ട് അങ്ങ് പെട്ടെന്ന് കഴിഞ്ഞങ്ങ് പോകും, ചിലപ്പം മനസ്സിലായി, പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് ഒക്കെ കിട്ടും. പക്ഷേ ക്രോണിക് ആകാം, വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കുട്ടിക്ക്
പല പ്രാവശ്യം ഈ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്ന സിംറ്റം ഉണ്ടായിട്ട് വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അപ്പോൾ റീനൽ പാരങ്കൈമയ്ക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നു, കിഡ്നിയുടെ കൂടുതൽ ഭാഗം പ്രോബ്ലമാറ്റിക് ആകുന്നു എന്നൊക്കെ അർത്ഥം അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ കിഡ്നിയുടെ എക്സ്ക്രീറ്ററി കപ്പാസിറ്റി ഡേ ബൈ ഡേ ആകുമ്പോഴത്തേക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ആകുന്നുണ്ടെങ്കിൽ ബോഡിയിൽ കൂടുതൽ വേസ്റ്റ് പ്രോഡക്ട്സ് എല്ലാം അക്യുമുലേറ്റ് ചെയ്യും അല്ലേ. യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ അതൊക്കെ അക്യുമുലേറ്റ് ചെയ്യുന്നു. കിഡ്നിക്ക് അതിനൊന്ന് എക്സ്ക്രീറ്റ് ചെയ്യാനുള്ള പവർ നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെയുള്ളപ്പോൾ പിന്നെ ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് ഓഫ് ഉള്ളൂ. അതായത് നമ്മൾ പറയാറുണ്ട് എന്താ ഡയാലിസിസ് അല്ലേ. അത് പെരിറ്റോണിയൽ ഡയാലിസിസോ ഹീമോ ഡയാലിസിസോ ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. അതായത് ശരീരത്തിൽ നിന്ന് വേസ്റ്റ് പ്രോഡക്ട്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി, കിഡ്നിക്ക് അതിനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഡിസീസ് കൊണ്ട്. അല്ലെങ്കിൽ പിന്നെ ചെയ്യുന്നത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനാണ്. ഓക്കെ, അതാണ്. അപ്പോൾ പ്രോഗ്നോസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ലോങ് ദി ചൈൽഡ് സഫേർഡ് ഫ്രം ഇറ്റ് ആൻഡ് വെദർ ഇറ്റ് ഈസ് എ അക്യൂട്ട് കണ്ടീഷൻ ഓർ എ ക്രോണിക് കണ്ടീഷൻ ആൻഡ് ഹൗ മച്ച് ഈസ് ദ റീറ്റൈൻഡ് കപ്പാസിറ്റി ഓഫ് ദി കിഡ്നി ടു ഡു എക്സ്ക്രീറ്ററി ഫങ്ഷൻ. ഇതിൻ്റെ എല്ലാം ബേസിസിലാണ് പിന്നെയുള്ള ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യേണ്ടത്. അതൊന്നുകിൽ ഹീമോഡയാലിസിസോ പെരിറ്റോണിയൽ ഡയാലിസിസോ ഒക്കെ കൊണ്ട് ചിലപ്പം ഒരു എക്സ്റ്റൻറ്റ് വരെ പോയെന്നിരിക്കാം. അല്ലെങ്കിൽ മിനിമം ഡിഗ്രി ഉള്ളെങ്കിൽ അങ്ങനെയും കുട്ടിയെ ചികിത്സിക്കാം. അതല്ല, ഒത്തിരി ക്രോണിക് കണ്ടീഷനാണ്, ഫങ്ഷണൽ കപ്പാസിറ്റി ഓഫ് ദി കിഡ്നി വളരെ കുറവാണ്, എക്സ്ക്രീറ്ററി കപ്പാസിറ്റി സാറ്റിസ്ഫാക്ടറി അല്ല കിഡ്നിയുടെ എങ്കിൽ പിന്നെ നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനൊക്കെ നടത്തേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നെഫ്രോട്ടിക് സിൻഡ്രോമിനെ പറ്റി നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതിനകത്ത് എന്താണ് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പഠിച്ചു, അതിൻ്റെ ഇൻസിഡൻസ് പഠിച്ചു, ഹൗ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് എന്നുള്ള കാര്യം പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് പത്തോഫിസിയോളജിയാണ്. പത്തോഫിസിയോളജി കഴിഞ്ഞിട്ട് നമ്മൾ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് പഠിച്ചു. പിന്നെ എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സാണ് ഉപയോഗിക്കുന്നത് അത് പഠിച്ചു. പിന്നെ മാനേജ്മെൻറ്റ്, അതിനകത്ത് മെഡിക്കൽ മാനേജ്മെൻറ്റും പഠിച്ചു, നേഴ്സിംഗ് മാനേജ്മെൻറ്റും പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് വാട്ട് ഈസ് ദ കോംപ്ലിക്കേഷൻ വിച്ച് ക്യാൻ occur in child with nephrotic syndrome. പിന്നെ അതിൻ്റെ പ്രോഗ്നോസിസ് എന്താണെന്ന് ഇത്രയും പഠിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫീൽഡിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പീഡിയാട്രിക് വാർഡ് വരുമ്പം നെഫ്രോട്ടിക് സിൻഡ്രോം ഉള്ള കുട്ടികൾ റെയറൊന്നും അല്ല. You can see a lot of children with nephrotic syndrome. എസ്പെഷ്യലി നമ്മൾ തേർഡ് ഇയർ നമ്മൾ സ്പെഷ്യാലിറ്റി ഓറിയൻറ്റഡ് ഹോസ്പിറ്റലിലാണല്ലോ ക്ലിനിക്കിൽ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ കാണാൻ കഴിയും. സോ യു ഷുഡ് നോ ഹൗ ടു ഗിവ് കെയർ ഫോർ ദം. ഓക്കെ, അതിനാണ് നമ്മൾ ഇത്രയും പഠിച്ചത്. അപ്പം നിങ്ങൾ ഇത് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പറഞ്ഞ സ്ലൈഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സ്ലൈഡ് തന്നതും ഡിസ്കഷനും പിന്നെ പുസ്തകവും കൂടെ വെച്ച്, അതിനകത്ത് പുസ്തകത്തിനകത്ത് ചില പടങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നെഫ്രോട്ടിക് സിൻഡ്രോം ഉള്ള ഒരു കുട്ടിയുടെ പടമുണ്ട്, പിന്നെ പത്തോഫിസിയോളജി കാണിക്കുന്ന ഒരു ഡയഗ്രാം ഉണ്ട്. അതോടെ വെച്ച് പഠിച്ചാൽ നോട്ട് ഉണ്ടാക്കിയാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു ലേൺ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നിർത്താം. എന്തെങ്കിലും ഗോ ത്രൂ ചെയ്യുക, എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.